എവ്രിവൺ, എൻലൈറ്റൻ ടാരോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഈ വീഡിയോ ഫോർകാസ്റ്റ് ആണ് ഇവിടെ നോക്കാൻ പോകുന്നത്. ഓരോ മന്തിൽ, ദാറ്റ് ഈസ് ഫ്രം ജാൻ ടു ഡിസംബർ എന്തൊക്കെയാണ് വരാൻ പോകുന്നത്, നിങ്ങളുടെ ബ്ലെസ്സിങ്സ് എന്താണ്, ചാലഞ്ചസ് എന്താണ്, ചാലഞ്ചസ് ഓവർകം ചെയ്യാൻ എന്താണ് ചെയ്യുന്നത്, ആൻഡ് യൂണിവേഴ്സൽ മെസ്സേജസ് എന്താണ്. ഓക്കെ, യെസ് ഐ നോ ലേറ്റായി, നിങ്ങളെല്ലാവരും നേരത്തെ പ്രതീക്ഷിച്ച ഒരു വീഡിയോ ആണ്. ബട്ട് ഗൈസ്, ഞാൻ ഇൻറ്റ്യൂട്ടീവ്ലി ആണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞിരുന്നു, ഈ ഒരു ചാനൽ എന്ന് പറയുന്നത് ഇൻറ്റ്യൂട്ടീവ്ലി ഗൈഡഡ് ആണ്. ഞാൻ എത്ര പ്രാവശ്യം ഇരുന്നാലും എനിക്ക് ഇൻറ്റ്യൂട്ടീവ്ലി ഗൈഡഡ് ആയില്ലെങ്കിൽ ഞാൻ ചെയ്യില്ല. ഓക്കെ, ആൻഡ് ദാറ്റ്സ് വൈ നിങ്ങളുടെ ജാൻവരിയുടെയും ഇപ്പോൾ ഡ്യൂ കിടക്കുന്നത്. ആക്ച്വലി ജാൻവരി റീഡിങ് ചെയ്യാനാണ് ഇരുന്നത്. ബട്ട് ദിസ് ഇസ് ദ സർപ്രൈസ്. മാസ്റ്റർ മെർലിൻ നിങ്ങൾക്ക് ഇൻഫോർമേഷൻസ്, നിങ്ങൾക്ക് ഗൈഡൻസ് തരാൻ വന്നു. ആൻഡ് മാസ്റ്റർ മെർലിൻ്റെ ഗൈഡൻസ് ആണ് ആദ്യം ഇയർ ഫോർകാസ്റ്റ് ചെയ്യാനുള്ളത്. സോ നിങ്ങളുടെ ഓരോ പയൽ, നിങ്ങൾ ഏത് പയൽ സെലക്ട് ചെയ്യുന്നു, എല്ലാവർക്കും മാസ്റ്റർ മെർലിൻ്റെ ഗൈഡൻസ് ഉണ്ട്. അത് ഞാൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പറയുന്നതായിരിക്കും. ആസ് വെൽ, ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പ് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഓക്കെ, ബിക്കോസ് ഇത് ഇയർ ഫോർകാസ്റ്റ് ആണ്. ഓൾറൈറ്റ്, ആസ് വെൽ ഇയർ ഫോർകാസ്റ്റ് അല്ല, ഏതൊരു റീഡിങ് വന്നാലും നിങ്ങൾക്ക് ഒന്നിൽ കൂടുതൽ പയൽ സെലക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ഹെഡ്. ബിക്കോസ് ഒരു പയലിൽ മേജർ കാര്യങ്ങൾ അറിയാനുണ്ടാവും, അതുപോലെ തന്നെ മറ്റ് പയലിൽ മറ്റ് ചില കാര്യങ്ങൾ അറിയാനുണ്ടാവും. അതുകൊണ്ടാണ് ഒന്നിൽ കൂടുതൽ ഗ്രൂപ്പ് സെലക്ട് ചെയ്യാൻ തോന്നുന്നത്. അപ്പോൾ അത് നിങ്ങൾ നോക്കുക, ആൻഡ് ഓട്ടോമാറ്റിക്കലി നിങ്ങൾക്ക് അത് റെസനേറ്റ് ആയിട്ട് വരും. അതുപോലെ തന്നെ എൻ്റെ റീഡിങ്സ് എത്ര ലേറ്റ് ആയാലും എപ്പോഴും നിങ്ങൾക്ക് കറക്റ്റ് ടൈമിൽ എത്തേണ്ട റീഡിങ്സ് ആയിരിക്കും എത്തുക. കാരണം പറയാം, ചില സമയങ്ങളിൽ ഞാൻ വീഡിയോസ് കമ്പൈൽ ചെയ്യും, ദാറ്റ് ആഴ്ച കഴിഞ്ഞിട്ടും എനിക്കത് അപ്ലോഡായി കിട്ടാറില്ല. സംഹാവ് ചില വീഡിയോസൊക്കെ 1 വീക്കാണ് അപ്ലോഡ് ടൈം എടുക്കുന്നത്. ഐ ഡോണ്ട് നോ വൈ. ബട്ട് ദെൻ അത് ഡിലീറ്റ് ചെയ്ത് പിന്നെയും ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ പെട്ടെന്നാണ് നിങ്ങളുടെ കയ്യിലെത്തുന്നത്. ആൻഡ് ദാറ്റ് വുഡ് ബി ദ കറക്റ്റ് ടൈമിങ്. അത് പലപ്പോഴും ഞാൻ കണ്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എൻ്റെ ചാനലിൽ എപ്പോൾ ഗൈഡൻസ് വരുന്നു, അല്ലെങ്കിൽ എപ്പോൾ മന്ത്ലി റീഡിങ്സ് വരുന്നു, ദാറ്റ് ഈസ് ദ റൈറ്റ് ടൈം. നിങ്ങളുടെ കയ്യിൽ ആ റീഡിങ് എത്തേണ്ട ടൈമിങ് അതാണ്. അതുകൊണ്ടാണ് അത് അന്നേരം എത്തുന്നത്. ആൻഡ് ഐ തിങ്ക് മന്ത്ലി റീഡിങ്സ് ഒരു 2nd, 3rd അല്ലെങ്കിൽ ഒരു 7th നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ അത് ബെറ്റർ അല്ലേ? ബിക്കോസ് അപ്പോഴത്തേക്കിനും നിങ്ങൾക്കൊരു ഊഹം കിട്ടും എങ്ങനെയാണ് മന്ത് പോകുന്നത് അല്ലെങ്കിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴേ ആ സെലക്റ്റഡ് ഗ്രൂപ്പ് അത് തന്നെയാണോ അല്ലയോ എന്നുള്ളത് ക്ലിയർ ആയി വരും. എനിവേസ്, സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. സ്ക്രീനിൽ 4 ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാം. ഈ പ്രാവശ്യം 4 ഓപ്ഷൻസ് ആണ് കൊണ്ടുവരുന്നത് ഡ്യൂ റീഡിങ് ആയതുകൊണ്ട്. ഓക്കെ, സോ ഗ്രൂപ്പ് 1, ഗ്രൂപ്പ് 2, ഗ്രൂപ്പ് 3, ഗ്രൂപ്പ് 4 സെലക്ട് ചെയ്യുക. ഞാൻ ഫസ്റ്റ് ഗ്രൂപ്പുമായിട്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ഹലോ ഗ്രൂപ്പ് 1, ഇയർ 2022 എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. അതിനു മുമ്പ് മാസ്റ്റർ മെർലിൻ്റെ മെസ്സേജസ് ഈ ഗ്രൂപ്പുകാർക്ക് എന്താണ് എന്ന് നോക്കാം. സോ മാസ്റ്റർ മെർലിൻ പറഞ്ഞത് ഐ ആം വിത്ത് യു. സോ നിങ്ങൾ മാസ്റ്റർ മെർലിനുമായിട്ട് വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ മെസ്സേജസ്. മാസ്റ്റർ മെർലിൻ എപ്പോഴും നിങ്ങൾക്കൊപ്പമുണ്ട്. അത് മാത്രമല്ല, നിങ്ങളുടെ ലൈഫിൽ ആരെങ്കിലും നിങ്ങളെ വളരെ റോങ്ലി ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അത് അവർ നിങ്ങളുടെ ലൈഫിൽ നിന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ബിലീവ് മീ, മാസ്റ്റർ മെർലിനാണ് അത് ചെയ്തു തരുന്നത്. ഓക്കെ, സോ അങ്ങനെ എന്തെങ്കിലും സംഭവം നടന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റും മാസ്റ്റർ മെർലിനുമായിട്ട്. നെക്സ്റ്റ്, ഡോണ്ട് ലെറ്റ് ഗോ ഓഫ് ഫെയ്ത്ത്. ഫെയ്ത്ത് കൈവിടരുത് എന്നാണ് അടുത്ത മെസ്സേജ്. ഡിവൈൻ എനർജീസ് ആണ് വന്നത്. സോ ദാറ്റ് മീൻസ് നിങ്ങളുടെ സറൗണ്ടിങ്സിൽ നിങ്ങളേറെ പ്രാർത്ഥിക്കുന്നവരായിരിക്കാം, ഓർ ഏഞ്ചൽസ്, ആർക്കേഞ്ചൽസിനെ ബിലീവ് ചെയ്യുന്നവരായിരിക്കാം, ക്യാൻഡിൽ റിച്വൽസ് ചെയ്യുന്നവരായിരിക്കാം, ഹീലിങ്സ് ചെയ്യുന്നവരായിരിക്കാം, അല്ലെങ്കിൽ സബ്ലിമൽസ് കേൾക്കുന്നവരായിരിക്കാം. നിങ്ങളുടെ ചുറ്റും ഡിവൈൻ എനർജീസ് ഉണ്ട്. നിങ്ങളുടെ ഫാമിലി സറൗണ്ടിങ്സിലും ഡിവൈൻ എനർജീസ് ഉണ്ട് എന്നാണ് മാസ്റ്റർ മെർലിൻ പറയുന്നത്. ലിറ്റിൽ ബിറ്റ് ഓഫ് എക്സോഷൻ, എന്നാൽ ഇത്തിരി ടയേർഡ്നെസ് നിങ്ങൾക്ക് എപ്പോഴും ഉണ്ട്. ഓക്കെ,
സോ അതും പറയുന്നുണ്ട്. സോ അത് ടേക്ക് കെയർ ചെയ്യുക. സോ ഈ മെസ്സേജസ് ആണ് മാസ്റ്റർ മെർലിൻ തന്നത്. ഐ ഹോപ്പ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടാകുമെന്ന്. ഓക്കെ, സോ ഇനി നമ്മൾ റീഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. ഇയർലി ഫോർകാസ്റ്റ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട, ഓൾറെഡി ജാനുവരി സ്റ്റാർട്ടായി കഴിഞ്ഞു. സോ ഇത് നിങ്ങൾക്ക് റെസനേറ്റ് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. ഓക്കെ, മാക്സിമം ഷെയർ ചെയ്യുക. ആസ് വെൽ ആസ് സ്വിച്ച് വേർഡ്സ് വീഡിയോ. അതിനകത്ത് പല കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ റിക്വസ്റ്റും ഞാൻ ഫില്ലപ്പ് ചെയ്യുന്നുണ്ട് സ്വിച്ച് വേർഡ്സ് വീഡിയോയിൽ. അല്ലാത്ത സ്വിച്ച് വേർഡ്സും നമ്പേഴ്സും ഞാൻ നൽകുന്നുണ്ട്. ഇതൊക്കെ നിങ്ങളുടെ ലൈഫിൽ ഉപകാരപ്പെടുന്ന കാര്യങ്ങളാണ്. പേഴ്സണൽ റീഡിങ്സ് വേണ്ടവർ ഇമെയിൽ ത്രൂ കോൺടാക്ട് ചെയ്യൂ. പേഴ്സണൽ റീഡിങ്സ് പെയ്ഡ് ആണ്. പെയ്ഡ് പേഴ്സണൽ റീഡിങ്സ് ചെയ്യാൻ പറ്റാത്തവർക്കാണ് സ്വിച്ച് വേർഡ്സ് കൊണ്ടുവരുന്നത്. സോ ദാറ്റ് നിങ്ങളുടെ ലൈഫിലെ പ്രോബ്ലംസ് ഒക്കെ ഈ സ്വിച്ച് വേർഡ്സ് കൊണ്ട് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഇയർ ഫോക്കാസ് നമുക്ക് നോക്കാം. ജാനുവരി മന്ത് എങ്ങനെയാണ്? ജാനുവരി മന്ത് ഫോർ, ഓ മൈ ഗുഡ്നസ്, 2 cards. ഗൈസ് 2 കാർഡാണ് വന്നത്. 4 of cups ആൻഡ് Ace of cups. ഓൾറൈറ്റ്, ഏതൊരു ഓപ്പർച്യൂണിറ്റി നിങ്ങളുടെ ഡോറിൽ നോക്ക് ചെയ്യുന്നുണ്ട്, അത് ഡിവൈൻ ഗ്രാൻറ്റഡ് ആണ്. ഓക്കെ, പ്രൊഫഷൻ ആകാം, പുതിയൊരു റിലേഷൻഷിപ്പ് ആകാം, സിംഗിൾസ് ആണെങ്കിൽ ഒരു മാരേജ് പ്രപ്പോസൽ ആകാം, മാരീഡ് ആണ് ബട്ട് സെപ്പറേഷനിലാണെങ്കിൽ അന്നേരം ഒരു ഇൻഫോർമേഷൻ കിട്ടാൻ ചാൻസ് ഉണ്ട്. ഓൾറെഡി സെപ്പറേറ്റഡ് ആണ്, ഡിവോഴ്സ്ഡ് ആണ്, നിങ്ങളുടെ ലൈഫിൽ ഒരു പ്രപ്പോസൽ വരുന്നുണ്ട്. ആ വരുന്ന പ്രപ്പോസൽ അത് ഡിവൈൻലി ഗ്രാൻറ്റഡ് ആണ്. വിത്ത് ഫെയ്ത്ത് മുന്നോട്ട് പോകുക. ഓക്കെ, ഈവൻ പഠിക്കുന്ന കുട്ടികൾ, ഓൾറൈറ്റ്, ഫർദർ സ്റ്റഡീസ് ചെയ്യുന്നവർക്കും ഒരു ചാൻസ് വരുന്നുണ്ട്, അത് എടുക്കുക. ഓക്കെ, ബിക്കോസ് അത് ഡിവൈൻലി ഗ്രാൻറ്റഡ് ആണ്. നിങ്ങൾ 100% അതിനകത്ത് സക്സസ്ഫുൾ ആയിരിക്കും. ഓൾറൈറ്റ്, ലെറ്റ്സ് സീ. ഫെബ്രുവരി 6 of Pentacles. ഫെബ്രുവരി നിങ്ങൾക്കൊരു ബാലൻസിൻ്റെ കാർഡാണ്. പ്ലസ് ഇതിനകത്ത് പറയുന്നത് എന്ത് ചെയ്യുന്നു അത് ലഭിക്കും. സോ കർമ്മ ക്ലിയർ ചെയ്ത് വെക്കുക. ഫെബ്രുവരിയിൽ വാക്കുകൾ സൂക്ഷിക്കുക. ഓക്കെ, ആൻഡ് ധനകാര്യങ്ങളിൽ ഇടപെടുന്നവർ നോക്കുക നിങ്ങൾ എത്രയാണ് ചെലവഴിക്കുന്നത്. ഞാൻ പല പ്രാവശ്യം പറയാറുണ്ട്, 6 of Pentacles വരുമ്പോൾ വരവും ചെലവും ബാലൻസിൽ നിൽക്കണം. ഓക്കെ, അതുപോലെ വാക്കുകൾ സൂക്ഷിക്കാൻ പറയുന്നുണ്ട്. ഓൾറൈറ്റ്, ആൻഡ് ദാനധർമ്മം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് നല്ലൊരു കാലമാണ്, ചെയ്തോളൂ. എഗെയിൻ ഞാൻ 2002 ഒരു ജനറൽ ഓവർവ്യൂ ചെയ്തിരുന്നു. അതിനകത്തും 6 of Pentacles ആണ് വന്നത്. ആൻഡ് ആസ് വെൽ 2022 എന്ന് പറയുന്നത് നമ്പർ 6 ആണ്. സോ ബാലൻസിൻ്റെ കാർഡാണ്. ദാനധർമ്മം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ചെയ്യാവുന്നതാണ്. ആരെങ്കിലും നേരത്തെ ചെയ്തിട്ടുണ്ട്, ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഫെബ്രുവരി മന്തിൽ ചെയ്യാവുന്നതാണ്. ഓക്കെ, alright, so March, let's see March. Okay guys, ഞാൻ ഡെക്ക് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു എൻ്റെ പ്ലാൻ, ബട്ട് ഈ 3 കാർഡ്സ് ഓട്ടോമാറ്റിക്കലി വന്നതാണ്. ഓക്കെ, സോ അത് ഞാൻ അങ്ങനെ എടുത്തു. Now alright, മാർച്ച് 2 of Wands ആണ്. വിദേശത്തൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ വിദേശത്ത് നിന്ന് ന്യൂസ് കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഓപ്പർച്യൂണിറ്റി മാർച്ചിലാണ്. ഓക്കെ, മാർച്ചിൽ നിങ്ങൾക്ക് വിസയ്ക്ക് അപ്ലൈ ചെയ്യാം, ഇൻ്റർവ്യൂസ് കൊടുക്കാം. ഇൻ്റർവ്യൂസൊക്കെ വന്നു ചേരും. ആ ഒരു സമയത്ത് ചിലപ്പോൾ ആപ്ലിക്കേഷൻസ് കൊടുക്കുന്നവരാണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ഫെബ്രുവരിയിൽ ആപ്ലിക്കേഷൻസ് കൊടുത്തിട്ട് മാർച്ചിൽ ഇൻ്റർവ്യൂ നടക്കാൻ സാധ്യതയുണ്ട്. വേൾഡ് വൈഡ് ബിസിനസ് കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നവർക്കും മാർച്ച് നല്ലൊരു കാലമാണ്. ബട്ട് മോസ്റ്റ് പ്രോബബ്ലി എനിക്കിവിടെ ഫീൽ ആവുന്നത് ഒരു ന്യൂസ് ഇങ്ങോട്ട് വരികയാണ്. ഓക്കെ, ബിസിനസ് കാര്യത്തിലായാലും അതർവൈസ് വേറെ കാര്യങ്ങളിൽ നിങ്ങൾ ഏതെങ്കിലും ന്യൂസ് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് മാർച്ചിൽ ലഭിക്കും എന്നാണ് എനിക്കിവിടെ തോന്നുന്നത്. ആൻഡ്
ഒരു കാര്യത്തിൽ ഡിസിഷൻ എടുക്കുക. സി ഇവിടെ വൺ ഡിറക്ഷൻ ആണ് പറയുന്നത്. ഇപ്പം നിങ്ങൾ പല കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആൻഡ് നിങ്ങൾ കൺഫ്യൂസ്ഡ് ആണ്, എന്താ ചെയ്യണ്ടേ എന്നറിയില്ല എന്നുണ്ടെങ്കിൽ ഒരു ഡയറക്ഷൻ നന്നായി ആലോചിച്ച് എടുക്കൂ എന്നും കൂടിയാണ് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് വിൽ സീ ഏപ്രിൽ. ഏസ് ഓഫ് വാൻസ്. സി പറഞ്ഞില്ലേ, മാർച്ചിൽ നിങ്ങൾ എന്തോ ഒരു ഡിസിഷൻ എടുക്കാൻ, ഫോം ഡിസിഷൻ എടുക്കാനാണ് പറയുന്നത്. ആൻഡ് ഏപ്രിലിൽ നിങ്ങൾക്ക് പുതിയ സ്റ്റാർട്ടിംഗ് ആണ്. എന്ത് ഡിസിഷൻ ആണോ മാർച്ചിൽ എടുക്കുന്നത് ആ ഡിസിഷൻ്റെ മേലിൽ ഒരു പുതിയ സ്റ്റാർട്ടിങ് നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകും. അത് റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, കരിയർ ഓപ്പർച്യൂണിറ്റീസ് ആയിക്കോട്ടെ, ഒരു പ്രോജക്റ്റിൽ ഏർപ്പെടാൻ തോന്നുന്നുണ്ടെങ്കിൽ ആ പ്രോജക്റ്റിൽ നിങ്ങൾക്ക് വിജയമുണ്ടാകും ഏപ്രിൽ മന്ത്. ആൻഡ് സ്റ്റഡീസ് ആയിക്കോട്ടെ, ഒരു പുതിയ സ്റ്റാർട്ടിംഗ് ആണ് നിങ്ങൾക്ക് ഏപ്രിൽ മന്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ചില പ്രേക്ഷകർ ഏപ്രിലിൽ ജോബ് ചേഞ്ച് ചെയ്യാൻ സാധ്യതയുണ്ട്. ഓക്കെ, മെയ് മന്തിൽ ഇത്ര ഇമോഷൻസ് ബാലൻസ് ചെയ്യൂ. ഓക്കെ, ഈവൻ തോ നിങ്ങളുടെ കയ്യിൽ ഓപ്പർച്യൂണിറ്റീസ് വരുന്നുണ്ട്, നിങ്ങൾ സാറ്റിസ്ഫാക്ഷൻ ആ ഒരു മോഡിലേക്ക് പോകുന്നുണ്ടെങ്കിലും എവിടെയോ മൈൻഡിലൊരു കൺഫ്യൂഷൻ ഉണ്ട്. ഓക്കെ, അത് ആ കൺഫ്യൂഷൻ മറികടക്കണമെന്നുണ്ടെങ്കിൽ ഇൻറ്റ്യൂഷൻ, നിങ്ങളുടെ മനസ്സിലുള്ള ഇൻറ്റ്യൂഷന് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കണം, അത് വർദ്ധിപ്പിക്കണം. ഒത്തിരി ഇമോഷണൽ ആകല്ല് എന്നും കൂടിയാണ്. സി എത്ര ഇമോഷൻസ്, എനിക്ക് ഈ വെള്ളം കണ്ടോ, ഈ ഇമോഷൻസിൽ എത്ര ഇരുന്നിട്ടും സ്റ്റേൺ ആയിട്ടാണ് ഇരിക്കുന്നത് കിങ് ഓഫ് കപ്സ്, റൈറ്റ്? സോ അങ്ങനെ ഇരിക്കണം, ഇമോഷൻസിൽ ഒഴുകിപ്പോകരുത്. ഓൾറൈറ്റ്, സോ ഇതാണ് മെയ്. ജൂൺ. മെയ്യിൽ നിങ്ങൾ ഇമോഷൻസിലാണ് മുഴുവൻ എന്നുണ്ടെങ്കിൽ, നിങ്ങൾ നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്ത് വർക്ക് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ആ പ്രേക്ഷകർക്ക് ജൂൺ മാസം ഇൻഡിസൈസീവ്നെസ് ആയിരിക്കും. നിങ്ങൾക്ക് ഒന്നും ക്ലിയർ ആയിട്ട് ഡിസിഷൻ എടുക്കാനേ പറ്റില്ല. ഓക്കെ, എന്ത് ചെയ്യണം എന്ത് ചെയ്യില്ല. സി ഇവിടെ ഒരു മൂൺ കണ്ടോ, തിരിഞ്ഞാണ് നിൽക്കുന്നത്. ഓക്കെ, സോ ആ തിരിഞ്ഞ് നിൽക്കുക വെച്ചാൽ ഇൻറ്റ്യൂഷൻ കുറവാണ്, ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്യുന്നില്ല എന്നർത്ഥം. ഓൾറൈറ്റ്, സോ അത് ശ്രദ്ധിക്കൂ. ആരാണ് ചില പ്രേക്ഷകർ അവരവരുടെ ഇമോഷൻ സ്റ്റെബിലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ടോ ആ പ്രേക്ഷകർക്ക് ഒരു ഇമോഷണൽ ഇംബാലൻസ് എന്തായാലും ഉണ്ട്. ഓക്കെ, ഈവൻ തോ നിങ്ങൾ ഇമോഷണൽ സ്റ്റഡി ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു ഇമോഷണൽ ഇംബാലൻസ് ആണ് ജൂണിൽ കാണുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ശരി, ഇവിടെ കണ്ണ് ശരിക്കും അടഞ്ഞിരിക്കുന്നതല്ല. ഓക്കെ, സോ ഒരിത്തിരി മെഡിറ്റേഷൻ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിസിഷൻ, ഏത് ഡിസിഷനിലാണോ കൺഫ്യൂഷൻ, അത് മറികടക്കാൻ പറ്റും. ഓക്കെ ഗൈസ്, എന്തുകൊണ്ടോ എനിക്ക് ഷഫിൾ ചെയ്യാൻ തോന്നുന്നു. ജസ്റ്റ് വെയിറ്റ്. ഓക്കെ, so July 3 of cups സെലിബ്രേഷൻ്റെ കാർഡാണ്, പാർട്ട്ണർഷിപ്സിൻ്റെ കാർഡാണ്. സോ കൂടുതലും നിങ്ങളിപ്പോൾ ഈ ഒരു ഇൻഡിസിസീവ് മോഡ് ആണെങ്കിലും, ഓക്കെ, ജൂണിൽ ഇൻഡിസിസീവ് മോഡ് ആണെങ്കിലും ആ ആൾക്കാർക്ക് ജൂലൈയിൽ ഫ്രണ്ട്സ് അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് വഴി ഒരു ഡിസിഷൻ എടുക്കാൻ പറ്റും. ആൻഡ് ബാക്കിയുള്ള പ്രേക്ഷകർക്ക് സെലിബ്രേഷൻ, എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ നിങ്ങൾക്ക് ഉണ്ടാവും നിങ്ങളുടെ കുടുംബത്തിൽ. ഓൾസ് ബിസിനസ് പരമായ വിജയങ്ങൾ നിങ്ങൾക്ക് വന്നു ചേരും. പാർട്ട്ണർഷിപ്പ് ഉണ്ട്. സോ പാർട്ട്ണർഷിപ്പിലൊക്കെ നോക്കുന്നവർക്ക് പാർട്ട്ണർഷിപ്പ് ചെയ്യാം. പ്രോജക്റ്റിലൊക്കെ കൊലാബറേറ്റഡ് പ്രോജക്റ്റ് ചെയ്യുന്നവർക്കും സാധ്യത കൂടുതലാണ് ജൂലൈയിൽ. ആൻഡ് റിലേഷൻഷിപ്പിൽ ഒരു ഫങ്ഷൻ കാണുന്നുണ്ട്. ബട്ട് ബിവെയർ ഗൈസ്, റിലേഷൻഷിപ്പിൽ ശ്രദ്ധിക്കുക,
റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സെലിബ്രേഷൻ ഉണ്ടെങ്കിൽ അവിടെ പോകുമ്പോൾ സൂക്ഷിക്കുക. തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ്. ഓക്കെ, തേർഡ് പാർട്ടി എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബപരമായ ജീവിതത്തിൽ നിങ്ങളുടെ അനുവാദമില്ലാതെ മറ്റൊരാൾ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്നത്. ഓക്കെ, അതാരും ആകാം, ഫാമിലി മെമ്പേഴ്സ് ആകാം, റിലേറ്റീവ്സ് ആകാം, ഫ്രണ്ട്സ് ആകാം, ശരിക്കും ഒരു ലവറും ആകാം. ഓക്കെ, സോ അത് ശ്രദ്ധിക്കുക. സംഭവം എനിക്ക് ഈ ഒരു ലേഡി തേർഡ് പാർട്ടി വൈബ്സ് ആണ് തരുന്നത്, സോ സൂക്ഷിക്കുക. ഓക്കെ, ഓൾ റൈറ്റ്, ദാറ്റ്സ് ജൂലൈ. ഓഗസ്റ്റ് ഇസ് 10 of Swords. 10 of Swords എനർജി എന്ന് പറയുന്നത് ഇപ്പോൾ റിലേഷൻഷിപ്പിലാണ് ഇങ്ങനെ വന്നെങ്കിൽ, ഓക്കെ, റിലേഷൻഷിപ്പാണ് ഇങ്ങനെ ഈ ഒരു തേർഡ് പാർട്ടി ഇൻവോൾവ്മെൻറ്റ് നിങ്ങൾ അറിയാൻ കഴിഞ്ഞതോ അങ്ങനെ എന്തെങ്കിലും ആണ് ജൂലൈയിൽ സംഭവിക്കുന്നതെങ്കിൽ ഓഗസ്റ്റിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ ഈ എനർജിയിലാണ് ഗൈസ്. 10 of Swords എനർജിയിലാണ്. അതുപോലെ തന്നെ കരിയറിൽ ശ്രദ്ധിക്കുക. പാർട്ട്ണർഷിപ്പിൽ എനിക്ക് ആ വൈബ്സ് കിട്ടുന്നില്ല, പക്ഷെ കരിയർ ചെയ്യുന്നവർ, ജോബ് ചെയ്യുന്നവർ, മറ്റ് കമ്പനിയിൽ മറ്റൊരാളുടെ അണ്ടറിൽ ജോലി ചെയ്യുന്നവർ ശ്രദ്ധിക്കുക. ബാക്ക് സ്റ്റാപ്പിംഗ്, ഓക്കെ, ചീറ്റിംഗ്, ഇതിൽ നിന്നൊക്കെ ശ്രദ്ധിക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് വരേണ്ട പ്രോജക്റ്റ് മറ്റൊരാൾ തട്ടിക്കൊണ്ട് പോകുക, ഓക്കെ, അവർക്ക് വേണ്ടി ആ പ്രോജക്റ്റ് യൂസ് ചെയ്യുക, അല്ലെങ്കിൽ നിങ്ങൾ സബ്മിറ്റ് ചെയ്യുന്ന പ്രോജക്റ്റ് മറ്റൊരാൾ അവരുടെ പേരിൽ സബ്മിറ്റ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങൾ നടക്കാൻ ചാൻസ് ഉണ്ട്. സോ ബി കെയർഫുൾ. റിലേഷൻഷിപ്പിലാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഈ ജൂലൈയിൽ നിങ്ങൾ പങ്കെടുക്കാൻ പോകുന്ന ഈ ഒരു സെലിബ്രേഷൻ നിങ്ങൾക്ക് ഐ ഓപ്പണർ ആയിരിക്കും. ഓക്കെ, അത് റിലേഷൻഷിപ്പാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, ഇറ്റ് ക്യാൻ ബി എ മാരേജ് റിലേഷൻഷിപ്പ്. ഓക്കെ, അത് നിങ്ങളുടെ റിലേറ്റീവ്സ് ആയിരിക്കാം, നിങ്ങളോട് കൂടുതൽ വളരെ ഫ്രണ്ട്ലി ആയിട്ട് സംസാരിക്കുന്ന ആൾ തന്നെ നിങ്ങളെ ചീറ്റ് ചെയ്യാണ്, ബാക്കിൽ നിന്ന് നിങ്ങൾക്ക് മറ്റൊരു അഭിപ്രായമാണ് നിങ്ങളെപ്പറ്റി മറ്റാൾക്കാരോട് പറഞ്ഞു നടക്കുന്നത്, ചിലപ്പോൾ അതറിയുന്നതാവാം. ഓക്കെ, സോ ഓവറോൾ റിലേഷൻഷിപ്പാണ് ഞാൻ പറയുന്നത്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ശ്രദ്ധിക്കുക. സി 10 of Swords എനർജി ഡിഫിക്കൽട്ട് എനർജിയാണ്, ഐ അഗ്രി. പക്ഷേ ഈ ഒരു എനർജി ഐ ഓപ്പണറാണ്. ആരെയൊക്കെ നമുക്ക് നമ്മുടെ ലൈഫിൽ വെക്കണം, ആരെ വെക്കണ്ട എന്ന് ഡിസിഷൻ എടുക്കാൻ സഹായിക്കുന്നതാണ് ഈ 10 of Swords. ഓക്കെ, സോ നമുക്ക് ശരിയല്ലാത്ത ആൾക്കാർ നമ്മുടെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന ആ സമാധാനം, അതിന് ഒരു തുല്യതയുമില്ല മറ്റൊരു സന്തോഷം. ഓക്കെ, ഏതൊരു സന്തോഷവും സമാധാനവുമായിട്ട് തുല്യത ചെയ്യുകയാണെങ്കിൽ സമാധാനത്തിനാണ് വില കൂടുതൽ, അത് മനസ്സിലാക്കുക. ഓക്കെ, സോ ഇതിനായിരിക്കാം മാസ്റ്റർ മെർലിൻ പറഞ്ഞത് ഡിവൈൻ എനർജീസ് ഉണ്ട് ആൻഡ് ഡോണ്ട് ലെറ്റ് ഗോ ഓഫ് ഫെയ്ത്ത് പറഞ്ഞിരുന്നു ഇല്ലേ. നിങ്ങൾ ഫെയ്ത്ത് കൈവിടാതിരിക്കുക. മാസ്റ്റർ മെർലിൻ നിങ്ങൾക്കൊപ്പമുണ്ട്. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഒരു റിലേഷൻഷിപ്പിനെ പറ്റി ക്ലിയർ ആയിട്ടൊരു കാര്യം മനസ്സിലാവുന്നില്ല, ക്ലാരിറ്റി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാസ്റ്റർ മെർലിനെ കോൾ ചെയ്യൂ, മാസ്റ്റർ മെർലിനെ മെഡിറ്റേറ്റ് ചെയ്യൂ, നിങ്ങൾക്ക് ഉത്തരം വന്നു ചേരും. ഓക്കെ, സെപ്റ്റംബർ 3 of Pentacles. ബിസിനസ് ചെയ്യുന്നവർക്ക് നല്ലൊരു കൊലാബറേറ്റീവ് ഒരു ഓപ്പർച്യൂണിറ്റിയാണ്. നിങ്ങളുടെ പ്രൊമോഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ അഡ്വർടൈസ്മെൻറ്റ്സ് പല ആൾക്കാരുടെ അടുത്ത് എത്താൻ പോവുകയാണ്. അതുപോലെ തന്നെ കരിയർ ദാറ്റ് ഈസ് ഏതെങ്കിലും പ്രോജക്റ്റ് ചെയ്യുന്നവരാണെങ്കിൽ പല ആൾക്കാർ നിങ്ങളുടെ പ്രോജക്റ്റ് ഒന്ന് അറിയുകയും നിങ്ങളെ പറ്റി അറിയുകയും ചെയ്യും. ഓക്കെ, നിങ്ങൾ ഇതുവരെ ബാക്ക് യാർഡിലാണ് ജോലി ചെയ്തിരുന്നെങ്കിൽ, ദാറ്റ് മീൻസ് എല്ലാ പ്രോജക്റ്റും നിങ്ങൾ ഹാൻഡിൽ ചെയ്തിട്ടും നിങ്ങളുടെ പേര് ആ ഫ്രണ്ട് ലിസ്റ്റിൽ വരുന്നില്ലായിരുന്നു ഇതുവരെയെങ്കിൽ, ഇവിടെ ഈ 2022 നിങ്ങളുടെ പേരാണ് മുമ്പിൽ വരാൻ പോകുന്നത്. നിങ്ങൾ ഒരു ഹൈലൈറ്റ് മോഡിലാണ് നിൽക്കുന്നത് ഈ 2022 സെപ്റ്റംബർ. ആസ് വെൽ ഈ 10 of Swords എനർജിയിൽ നിന്ന് പോകുന്നവർക്ക് ഒരാൾ വഴികാട്ടിയായിട്ട് വരും. ഓക്കെ, ഇനിയിപ്പോൾ ഈ ഒരാൾ വഴികാട്ടിയായിട്ട് വരും എന്ന് പറയുന്നത് ഫിസിക്കലി ഒരാളാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ സ്പിരിറ്റ് ഗൈഡ്സ്, ഓക്കെ, നിങ്ങളുടെ ഏഞ്ചൽസ്, നിങ്ങൾ ആരുമായിട്ടാണോ വർക്ക് ചെയ്യുന്നത്, നിങ്ങളുടെ ദൈവങ്ങൾ, ഓക്കെ, അവരൊരു വഴികാട്ടിയായിട്ട് വരും. ഓക്കെ, യൂഷ്വലി ഈ 10 of Swords എനർജി ആരനുഭവിക്കുന്നു അവർക്ക് എപ്പോഴും ഡിവൈൻ എനർജീസിൻ്റെ തുണയുണ്ട്. സോ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഡിവൈൻ എനർജീസ് വന്നതും. ഓൾറൈറ്റ്,
ഡിവൈൻ എനർജീസ് എന്ന് വെച്ചാൽ നിങ്ങൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് ഒപ്പം ഉണ്ടാകും. കാരണം ആ സമയത്ത് ഈ 10 ഓഫ് സ്വേർഡ് എനർജി ഉള്ളപ്പോഴാണ് നമുക്ക് ദൈവങ്ങൾ നമ്മുടെ മുമ്പിൽ വരുന്നത്. ഓക്കെ, അവരുടെ അനുഭവം, അവർ നമുക്കൊപ്പം ഉണ്ടെന്നുള്ള ആ ഒരു അനുഭവം നമുക്ക് വരുന്നത് ആ സമയത്താണ്. ഓക്കെ ഗൈസ്, ഓൾറൈറ്റ്. സെപ്റ്റംബർ, ഒക്ടോബർ, നൈറ്റ് ഓഫ് വാൻസ്. സോ ഒക്ടോബർ ടൈമിൽ നിങ്ങൾക്ക് എഗെയിൻ ഒരു ന്യൂസ് വരെയാണ്. ബട്ട് ബി കെയർഫുൾ. സി, ഈ ഒരു ന്യൂസ് ഇവിടെ ഉണ്ടോ, ഈ ഒരു ഹോർസ് എന്ന് പറയുന്നത് റെഡ് കളറാണ്, ചുവപ്പ് കളർ എന്ന് പറയുന്നത് പാഷനേറ്റ് ആണ്, ഭയങ്കര പാഷൻ. ചില ആൾക്കാരെ കാണത്തില്ലേ, നമ്മളൊന്ന് കാണുമ്പോഴേ നമ്മൾ അറിയത്തില്ലെങ്കിലും പറയുന്നത് വളരെ സൂത്തിങ് ഉള്ള വേർഡ്സ് ആയിരിക്കും, എന്നാൽ അവരുടെ തോട്ട്സ് ചിലപ്പോൾ അത്ര സൂത്തിങ് അല്ലായിരിക്കും. ഓക്കെ, സോ എന്ത് ന്യൂസ് ആണോ നിങ്ങൾക്ക് ഒക്ടോബർ മന്തിൽ ലഭിക്കാൻ പോകുന്നത്, ബി കെയർഫുൾ. ആ ന്യൂസ് നിങ്ങൾ കേട്ടാലും ഉടനടി അതിനൊരു ആക്ഷൻ എടുക്കരുത്. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരാൾ നിങ്ങളുടെ അടുത്ത് വരികയാണ്, വളരെ പാഷനായിട്ടായിട്ട് വരികയാണെങ്കിലും പെട്ടെന്ന് തന്നെ ആ റിലേഷൻഷിപ്പിൽ കടക്കരുത് എന്നെൻ്റെ അഡ്വൈസാണ്. ഓക്കെ, ജസ്റ്റ് എ മിനിറ്റ്. നവംബർ മന്ത് 8 ഓഫ് വാൻസ് ആണ്. സോ ക്ലാരിറ്റി, നിങ്ങൾക്ക് എന്തൊക്കെ ക്ലാരിറ്റി വരണമായിരുന്നോ? ഓക്കെ, ഈ ഒരു ഐ ഗെസ് ഓഗസ്റ്റ് മന്ത് ഇസ്ന്റ് ഇറ്റ്, ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, ഈ ഒരു ടൈമിലൊരു ക്ലാരിറ്റി കുറവാണ് കാണുന്നത്. പക്ഷേ ആ ഒരു കാര്യത്തിൽ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് നവംബർ മന്തിൽ കിട്ടും. അതുപോലെ തന്നെ പ്രോജക്ട്സ് ചെയ്യുന്നവർ, ദാറ്റ് ഈസ് കരിയറിലും ബിസിനസ്സിലും നിങ്ങൾക്ക് വരാൻ പോകുന്ന ഒരു ന്യൂസ് അത് ഹൈലി ബെനിഫിഷ്യൽ ആയിരിക്കും. സോ ആ ഓപ്പർച്യൂണിറ്റി കയ്യിൽ നിന്ന് കളയരുത്. ഓക്കെ, ചിലപ്പോൾ ആ ന്യൂസ് വളരെ ചെറിയ ന്യൂസ് ആയിരിക്കും, മൈൻഡിൽ നിന്ന് പോകാൻ സാധ്യതയുണ്ട്. അത് അനുവദിക്കരുത്. ഏതൊരു ന്യൂസ് വന്നാലും ഏതൊരു ഓപ്പർച്യൂണിറ്റി വന്നാലും അത് നന്നായി ആലോചിച്ചിട്ടേ അത് മാറ്റിവെക്കാൻ പാടുള്ളൂ. Now ഡിസംബർ, നൈറ്റ് ഓഫ് വാൻസ്. സി, ഈ ഒരു ന്യൂസ്, ഈ ഒരു ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് നവംബറിൽ വരുന്നു ആൻഡ് നിങ്ങൾ അതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കുകയാണ്. നിങ്ങൾ ആ ഓപ്പർച്യൂണിറ്റിയെ പറ്റി ആലോചിക്കുന്നുണ്ട് ആൻഡ് ഡെഫിനറ്റ്ലി നിങ്ങൾ ആക്ഷൻ എടുക്കുകയും ചെയ്യും. സോ ഗൈസ്, ഓവറോൾ 2022 ഇസ് വണ്ടർഫുൾ. നിങ്ങൾക്ക് വളരെ നല്ലൊരു കാലമാണ് 2022. നമുക്ക് നോക്കാം ബ്ലെസ്സിങ്സ് എന്താണ്. Blessings for group 1. Blessings for group 1. Blessings for group 1, please. Okay. Inner temple, devotion, tune into the portal of your heart. നിങ്ങളുടെ ബ്ലെസ്സിങ്സ് ആണ്. നിങ്ങൾ മെഡിറ്റേറ്റീവ് മോഡിലേക്ക് പോകുകയാണ്. ഈ 10 ഓഫ് സ്വേർഡ് എനർജി നിങ്ങളെ പ്രേരിപ്പിക്കും മെഡിറ്റേഷൻ ചെയ്യാൻ, ശാന്തമായിട്ട് ഒരു സ്ഥലത്ത് ഇരിക്കാൻ, ഡിവൈൻ എനർജീസുമായിട്ട് കണക്ട് ചെയ്യാൻ. ഓക്കെ, സോ അത് നിങ്ങൾക്കൊരു ബ്ലെസ്സിങ് ആണ്. Now let's see any other blessings for group 1. Okay, yeah, Mintakan. See again, Mintakan card starseed card ആണ്. Longing for home, belonging the original light worker. See, ഈ ഒരു എനർജി എന്ന് പറയുന്നത് ഫീനിക്സ് റൈസിങ് ഫ്രം ദ ആഷസ് എന്നൊരു ചൊല്ലുണ്ട്. ദാറ്റ് മീൻസ് കിട്ടാവുന്ന അത്രയും ചീറ്റിംഗ് കിട്ടി, ഇനി കൂടുതലൊന്നും കിട്ടാനില്ല. ഇനി അവിടുന്ന് നല്ലൊരു ഉദയത്തിലേക്ക്, നല്ലൊരു ലൈഫിലേക്ക് നിങ്ങൾ എഴുന്നേക്കാൻ പോവുകയാണ്. ഓക്കെ, സോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ മിക്കവാറും സ്റ്റാർ സീഡ്സിനാണ് ലഭിക്കാറ്, ലൈറ്റ് വർക്കേഴ്സ്. ബിക്കോസ് സ്റ്റാർ സീഡ്സിൻ്റെ ജോലി എന്ന് പറയുന്നത് മറ്റുള്ളവരെ വഴി കാട്ടി കൊടുക്കുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഇതൊരു ബ്ലെസ്സിങ് ആണ്. സോ നിങ്ങൾക്ക് ഇതുവരെ അറിവില്ലാത്ത നിങ്ങളുടെ എബിലിറ്റീസാണ് നിങ്ങൾ അറിയാൻ പോകുന്നത് ഗായ്സ് ഈ ഒരു വർഷം.
ഓൾറൈറ്റ്. സോ മെഡിറ്റേഷൻ ചെയ്യുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് പല കാര്യങ്ങളും നിങ്ങളെ പറ്റിയിട്ട് നിങ്ങൾക്ക് മനസ്സിലാകും. ആൻഡ് മോസ്റ്റ് പ്രോബബ്ലി നിങ്ങൾ ആ ജേർണി സ്റ്റാർട്ട് ചെയ്യുകയും ചെയ്യും. ഓക്കെ, സോ ഈ കാർഡ്സ് ഇവിടെ ഇരിക്കട്ടെ. നൗ നമുക്ക് നോക്കാം ചാലഞ്ചസ് എന്തൊക്കെയാണ്. Challenges for Group 1 in the year 2022. Challenges for 2022. Being the light. ഇതൊരു ചാലഞ്ചാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, സോ നിങ്ങൾ ഇത്രയും നാളും വളരെ സന്തോഷത്തിലും നല്ല ഹോപ്പ്, നല്ല ഫെയ്ത്ത്, ദൈവങ്ങളൊക്കെ ഏറെ വിശ്വസിക്കുന്ന ഒരു ഗ്രൂപ്പ് ആയിരുന്നെങ്കിൽ ബിക്കോസ് നിങ്ങളതാണ്. അവിടെ നിങ്ങൾക്ക് ഈ 10 of Swords കിട്ടിക്കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾ ആ വിശ്വാസമാണ് നിങ്ങളുടെ കുറഞ്ഞു പോകുന്നത്. മാസ്റ്റർ മെർലിൻ മെസ്സേജ് കേട്ടായിരുന്നല്ലോ, ഡോണ്ട് ലെറ്റ് ഗോ ഓഫ് ഫെയ്ത്ത്. സോ അവിടെ നിങ്ങൾക്ക് ഇത്തിരി ചാലഞ്ച് വരും. നിങ്ങളുടെ ലൈറ്റിൽ നിൽക്കാൻ, നിങ്ങളുടെ വിശ്വാസത്തിൽ നിൽക്കാൻ, നിങ്ങൾ ഇതുവരെ വിശ്വസിച്ചിരുന്നോ ആ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് ഉണ്ടാകും. അതാണ് നിങ്ങളുടെ ചാലഞ്ച്. ലെറ്റ്സ് സീ വൺ മോർ. എനി അതർ ചാലഞ്ച് ഫോർ ഗ്രൂപ്പ് 1? Any other challenge for Group 1? Discontent and boredom. ഏറെ വിഷമം ഉള്ളതുകൊണ്ട് തന്നെ ലൈഫിൽ സാറ്റിസ്ഫാക്ഷൻ ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ആൻഡ് എത്ര ബോർ, ദാറ്റ് മീൻസ് എത്ര ആൾക്കാരോട് നിങ്ങൾ സംസാരിക്കുന്നുണ്ടെങ്കിലും ഫസ്റ്റ് തിങ് നിങ്ങൾ ഈ ഒരു ഡിസെപ്ഷൻ കഴിഞ്ഞ് കഴിയുമ്പോൾ ആൾക്കാരോട് സംസാരമൊക്കെ നിർത്തും. അധികമൊന്നും ആരോടും സംസാരിക്കാനൊന്നും നിങ്ങൾ പോകില്ല. ബട്ട് പോകുന്നുണ്ടെങ്കിലും അവിടെ നിങ്ങൾ ഒറ്റപ്പെട്ട ഒരു രീതിയായിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഈ ഒരു വർഷം. ദാറ്റ് ഓഗസ്റ്റ്, സെപ്റ്റംബർ, ഒക്ടോബർ, ആ ഒരു 3 മാസം. അതൊരു ചാലഞ്ചാണ് നിങ്ങൾക്ക്. നൗ ലെറ്റ്സ് സീ ചാലഞ്ച് ഓവർകം ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്. What Group 1 should do to overcome challenge? Communication is the key. ആരിൽ നിന്നാണ് നിങ്ങൾക്ക് ഡിസെപ്ഷൻ കിട്ടിയെന്ന് നിങ്ങൾക്ക് തോന്നുന്നത്? ഓർ എൽസ് വേറെ ആരിൽ നിന്ന് നിങ്ങൾക്ക് ട്രൂത്ത് ലഭിക്കും എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അവരോട് സംസാരിക്കുക. കമ്മ്യൂണിക്കേഷൻ ഇസ് ദ കീ. അവരോട് തുറന്ന് സംസാരിക്കുക. മനസ്സിൻ്റെ ഉള്ളിൽ വിഷമങ്ങളും വേദനകളും വെച്ചുകൊണ്ടിരിക്കില്ല. ബിക്കോസ് അത് നിങ്ങളെ തന്നെയാണ് ഹേർട്ട് ചെയ്യുന്നത്. മറ്റേ ആൾക്കാരെ ആരെയും ഹേർട്ട് ചെയ്യില്ല. നിങ്ങളെ ആരാണോ ചീറ്റ് ചെയ്ത് അവർക്കൊരിക്കലും ഹേർട്ട് ചെയ്യില്ല. ഹേർട്ട് ചെയ്യുവാണെങ്കിൽ അവരൊരിക്കലും നിങ്ങളെ ചീറ്റ് ചെയ്യില്ല. റൈറ്റ്? നിങ്ങളെ വിഷമിപ്പിക്കില്ല. സോ എവിടെയെങ്കിലും നിങ്ങൾക്ക് ട്രൂത്ത് അറിയണം എന്നുണ്ടെങ്കിൽ അവരോട് സംസാരിക്കുക. അല്ല, നിങ്ങൾക്ക് തുറന്ന് സംസാരിക്കണമെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ തുറന്ന് സംസാരിക്കുക. സോ any other way to overcome the situation for pile 1, for group 1? How to overcome? Excuse me guys, just a minute. കോൺഫിഡൻസ് ഈസ് യുവർ കീ ടു സക്സസ്. ഏതൊരു കാര്യത്തിലും നിങ്ങൾ മുമ്പോട്ട് പോകുന്നത്, ഇനി പ്രൊഫഷൻ ആയിക്കോട്ടെ, ഈവൻ പ്രൊമോഷൻ, കരിയറിലും നിങ്ങൾക്ക് തോന്നുന്നുണ്ട് നിങ്ങളെ ആരെങ്കിലും ചീറ്റ് ചെയ്തെങ്കിൽ ഗോ ഹെഡ് ആൻഡ് ടോക്ക്. നിങ്ങളുടെ സീനിയേഴ്സുമായിട്ട് നിങ്ങൾ സംസാരിക്കൂ, CEO ആയിട്ട് സംസാരിക്കൂ, നിങ്ങളുടെ ഗ്രൂപ്പ് മാനേജർ അല്ലെങ്കിൽ ടീം കോപ്പറേറ്റർ അവരുടെ കൂടെ പോയി സംസാരിക്കണം. കമ്മ്യൂണിക്കേഷൻ ആണ്. നിങ്ങളിപ്പോൾ പറഞ്ഞു കഴിഞ്ഞാലേ അവർക്ക് മനസ്സിലാകുള്ളൂ. ആൻഡ് കോൺഫിഡൻസ് ഈസ് യുവർ കീ ടു സക്സസ്. നിങ്ങളുടെ സക്സസ് 2022 നിങ്ങളുടെ സക്സസിൻ്റെ മെയിൻ കാരണം നിങ്ങളുടെ കോൺഫിഡൻസ് ആണ്. സോ കോൺഫിഡൻസ് ഉയർത്തി വെച്ചാൽ നിങ്ങൾക്ക് സക്സസ് 100% ആണ്. ഓക്കെ ഗൈസ്, നമുക്ക് നോക്കാം യൂണിവേഴ്സൽ മെസ്സേജസ് എന്താണ് ഗ്രൂപ്പ് 1 പ്രേക്ഷകർക്ക്. യൂണിവേഴ്സൽ മെസ്സേജസ്.
universal messages. My eyes will see what I desire. ഞാൻ എന്താഗ്രഹിക്കുന്നോ അത് എനിക്ക് കിട്ടും എന്നുള്ള അർത്ഥമാണ്. സോ മാനിഫെസ്റ്റേഷൻ ഗൈസ്, മാനിഫെസ്റ്റ് ചെയ്യുക, ക്ലിയർ ഇൻറ്റൻഷൻ വെക്കുക. നിങ്ങൾ എന്താഗ്രഹിക്കുന്നോ അത് നിങ്ങളുടെ കയ്യിൽ വരും. ഓക്കെ, എനിത്തിങ് എൽസ്? Universal messages for group 1. Yes. I welcome abundance and I will pay attention to the guidance I receive. മെഡിറ്റേഷൻ ചെയ്യാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു, റൈറ്റ്? മെഡിറ്റേഷൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരുന്ന ഗൈഡൻസ്, ആ ഗൈഡൻസിൽ നിങ്ങൾ പ്രവർത്തിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അബണ്ടൻസ് ആണ്. സന്തോഷം, സംതൃപ്തി, സമാധാനം, പണം, ഇതെല്ലാം നിങ്ങൾക്ക് വന്നു ചേരും. Alright, so ഒരെണ്ണം കൂടി നമുക്ക് നോക്കാം. Okay, any other guidance for group 1? Any other guidance for group 1? Okay, one more guidance please. Okay. See guys, I don't need to find my purpose will find me. നിങ്ങൾക്ക് എന്ത് ചെയ്യണം ലൈഫിൽ എന്ന് നിങ്ങൾ തേടേണ്ട ആവശ്യം നിങ്ങൾക്ക് വരുന്നില്ല. ഓക്കെ, നിങ്ങളുടെ സമയമാകുമ്പോൾ, ഐ തിങ്ക് ഈയിടെ ആരോ കമൻറ്റ് സെക്ഷനിൽ ചോദിച്ചിരുന്നു അല്ലേ, ഹീലിംഗ് എങ്ങനെയാണ് പഠിക്കേണ്ടത്. അപ്പോൾ അതിന് ഞാൻ ഉത്തരം തന്നിരുന്നു. അതേ സെയിം ആൻസറാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ ലൈഫ് എങ്ങനെ പോകുന്നു അങ്ങനെ ആ രീതിയിൽ ജീവിച്ചു പോവുക, മെഡിറ്റേഷൻ ചെയ്യുക, പ്രേയേഴ്സ് ചെയ്യുക. നിങ്ങൾക്ക് ലൈഫിൽ എന്താണോ ചെയ്യേണ്ടത് അത് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ലൈഫിൽ വന്നു ചേരും. ഓക്കെ, സോ ഇതായിരുന്നു നിങ്ങളുടെ ഇയർ 2022 ഫോർകാസ്റ്റ്. ഓക്കെ, ഇതിൽ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ്. നെക്സ്റ്റ് വീഡിയോ ഉടനെ വരുന്നുണ്ട് ഫോർ ജാനുവരി. ടിൽ ദെൻ ബൈ. ഹലോ ഗ്രൂപ്പ് 2. സോ നമുക്ക് നോക്കാം നിങ്ങളുടെ ഇയർ 2022 ഫോർകാസ്റ്റ് എന്താണ് പറയുന്നത്. ബട്ട് അതിനു മുമ്പ് മാസ്റ്റർ മെർലിൻ്റെ മെസ്സേജസ്. സോ മാസ്റ്റർ മെർലിൻ പറഞ്ഞത് ഈക്വൽ. ഓക്കെ, നൗ ഈക്വൽ ദാറ്റ് മീൻസ് എന്ത് ചെയ്താലും ഈക്വാലിറ്റിയിൽ ചെയ്യാം. ഓക്കെ, ഇപ്പോൾ ഈ കോസെൻട്രിക് വേർഡ് നിങ്ങൾക്ക് എങ്ങനെയാണ് ലൈഫിൽ വരുന്നത് അത് നോക്കുക. ഇത് ഏതെങ്കിലും ഒരു സ്പെസിഫിക് വ്യക്തിക്കുള്ളതായിരിക്കും. പിന്നെ പറഞ്ഞത് കീപ് യുവർ തോട്ട്സ് ഇൻ അലൈൻമെൻറ്റ്. സി, പലപ്പോഴും എന്ത് നമുക്ക് ലൈഫിൽ വേണമെങ്കിലും അത് നമ്മുടെ അലൈൻമെൻറ്റ്, ദാറ്റ് ഈസ് നല്ല തോട്ട്സ് വെച്ചാലേ നല്ലത് കിട്ടും അല്ലേ. ഇപ്പോൾ നിങ്ങൾ സയൻസ് കാണുന്നുണ്ട്, റെപ്പിറ്റേറ്റീവ് നമ്പേഴ്സ് കാണുന്നുണ്ട്, ഏഞ്ചൽ ഫെദേഴ്സ് കാണുന്നുണ്ട്. പക്ഷേ തോട്ട്സ് നെഗറ്റീവ് പോകുന്നെങ്കിൽ നെഗറ്റീവ് ഔട്ട്കമേ വരുള്ളൂ. അതുകൊണ്ടാണ് അലൈൻമെൻറ്റിൽ തോട്ട്സ് വെക്കൂ എന്ന് പറയുന്നത്. ആൻഡ് ഇതൊരു സ്പെസിഫിക് ആണ്. ആർക്കോ, ഏതോ ഒരു പ്രേക്ഷകർക്കോ അല്ലെങ്കിൽ അവരുടെ ഫാമിലിയിലുള്ള ആർക്കോ റൈറ്റ് ഇയർ, റൈറ്റ് സൈഡിലെ ചെവിയുടെ ബാക്ക്, ദാറ്റ് ഈസ് ആ നെക്ക് റീജിയൻ, കഴുത്തിൻ്റെ ആ ഒരു ബാക്ക് സൈഡ്, അവിടെ നല്ലൊരു വേദനയുണ്ട്. മോസ്റ്റ്ലി മെഡുല ഒബ്ലോങ്കട്ട ആ ഒരു ഏരിയയിൽ. ഓക്കെ, നല്ലൊരു വേദന തന്നെ ഉണ്ട്, വിങ്ങുന്ന വേദനയാണ്. അപ്പോൾ മാസ്റ്റർ മെർലിൻ പറഞ്ഞത് ഡോക്ടറെ കാണൂ, ഗോ ടു ഡോക്ടർ എന്നാണ് പറഞ്ഞത്. ഓക്കെ, സോ ഇത് ഏത് സ്പെസിഫിക് പ്രേക്ഷകർക്കാണോ പ്ലീസ് ഗോ ടു ഡോക്ടർ. കാരണം ആ വേദന വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതല്ല. ഓക്കെ, അത് എന്താണേലും അത് ട്രീറ്റ് ചെയ്ത് അത് ഇപ്പോൾ മരുന്ന് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവരായിരിക്കും മിക്കവാറും. അതുകൊണ്ടാണ് ഇങ്ങനത്തെ ഒരു വേദന വെച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അങ്ങനെ ചെയ്യരുത്. ഡോക്ടറെ അടുത്ത് പോകുക, അത് കാണിക്കുക. അത് എന്താ പറയുന്നത്, സ്പ്രെയിൻ വീണതല്ല, അത് ഡോക്ടറെ കാണിച്ചാലേ മാറുള്ളൂ. ഓക്കെ ഗൈസ്, സോ നിങ്ങളുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആയിരിക്കാം. സോ ഇതായിരുന്നു മാസ്റ്റർ മെർലിൻ മെസ്സേജസ്. ഗൈസ്, ഈ ഇയർ ഫോർകാസ്റ്റ്
നിങ്ങൾക്ക് റെസനേറ്റ് ആകുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക പ്ലീസ്, ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ ഞാൻ സ്വിച്ച് വേർഡ്സ് വീഡിയോ ചെയ്യുന്നുണ്ട്. സ്വിച്ച് വേർഡ്സ് നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കാൻ വളരെ നല്ല തന്നെ വലിയൊരു ഉപകരണമാണ്. പേഴ്സണൽ റീഡിങ്സ് വേണ്ടവർക്ക് എൻ്റെ ഇമെയിൽ ID ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. പേഴ്സണൽ റീഡിങ്സ് എല്ലാം പെയ്ഡാണ്. പെയ്ഡ് പേഴ്സണൽ റീഡിങ്സ് ചെയ്യാൻ ആഗ്രഹമില്ലാത്തവർക്കാണ് ഈ സ്വിച്ച് വേർഡ്സ് ഇടുന്നത്. ഈ സ്വിച്ച് വേർഡ്സ് കൊണ്ട് തന്നെ നിങ്ങളുടെ ലൈഫിലെ പ്രോബ്ലംസ് നിങ്ങൾക്ക് മാറ്റാവുന്നതാണ്. സോ സ്വിച്ച് വേർഡ് വീഡിയോസും മാക്സിമം ഷെയർ ചെയ്യുക. ഇയർ 2022 എങ്ങനെയായിരിക്കും? ജാനുവരി സെലിബ്രേഷൻ്റെ കാർഡാണ്, ഫൗണ്ടേഷൻ്റെ കാർഡാണ്. സോ 2022 സ്റ്റാർട്ട് ആവുമ്പോഴേ, ദാറ്റ് ഈസ് ഈ ജാനുവരി സ്റ്റാർട്ടായി കഴിഞ്ഞു. ഈ ഒരു മാസം നിങ്ങളുടെ ഫുൾ ഫോക്കസ് ഫൗണ്ടേഷനാണ്. ഫൗണ്ടേഷൻ റിലേഷൻഷിപ്പിലാകാം, ബിസിനസ്സിൽ ഫൗണ്ടേഷൻ ആകാം, കരിയറിൽ ഫൗണ്ടേഷൻ. ഓക്കെ, ഏതെങ്കിലും ജോബ് മാറുന്നുണ്ടെങ്കിൽ ഇനിയും ജോബ് എടുക്കുന്ന അവിടെ സ്ഥിരമാകാനാണ് നിങ്ങളുടെ പ്ലാൻ. അതുപോലെ തന്നെ കല്യാണത്തിന്, ദാറ്റ് ഈസ് മാരേജ് പ്രപ്പോസൽസ് ഒക്കെ വരുന്നുണ്ടാകാം. ആസ് വെൽ ആസ് മാരേജ് ഈ ഒരു മാസം നല്ലൊരു ടൈമാണ്. സോ ഡെഫിനറ്റ്ലി മാരേജ് നടക്കുന്നുണ്ടാവും, ഓൾറെഡി ഫിക്സ്ഡ് ആയിരിക്കും. സോ ഹൂഎവർ ഇറ്റ് ഈസ്, ഹാപ്പി മാരീഡ് ലൈഫ് ഫോർ യു. ആൻഡ് ഫൗണ്ടേഷൻ, ഞാൻ പറഞ്ഞല്ലോ, ഫൗണ്ടേഷൻ വെക്കുന്ന ഒരു കാർഡാണ്. സോ വളരെ ബ്യൂട്ടിഫുൾ ആണ്, സെലിബ്രേറ്റീവ് മൂഡാണ്, വളരെ ഹാപ്പി മൂഡാണ്. സോ ജാനുവരി ഓൾ ഓവർ ഗ്രൂപ്പ് 2 പ്രേക്ഷകർക്ക് വളരെ സന്തോഷം നിറഞ്ഞ ഒരു മാസമാണ്. ഗുഡ് സ്റ്റാർട്ടിങ്. വെൽ, മാരേജ് ചെയ്യുന്ന പ്രേക്ഷകർ ഓസം ഗൈസ്, നല്ലൊരു വർഷം തന്നെയാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത്. അതുപോലെ തന്നെ എൻഗേജ്മെൻറ്റ്, മാരേജ് ഫിക്സ് ചെയ്യുന്നവർക്ക് എൻഗേജ്മെൻറ്റ് നടക്കാനും സാധ്യതയുണ്ട് ഈ ഒരു മാസം. ഓൾറെഡി ഫിക്സ്ഡ് ആയി കാണുമല്ലോ അല്ലേ? ഓക്കെ, ഫെബ്രുവരി നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്. നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ് സ്റ്റെബിലിറ്റിക്ക് വേണ്ടി ഉള്ള ഫോർവേഡാണ്. ഇവിടെ നിങ്ങൾ ഫൗണ്ടേഷൻ വെക്കുകയാണ്. ഇത് മാരേജ് കൺസെപ്റ്റ്, ദാറ്റ് ഈസ് എൻഗേജ്മെൻറ്റ്, മാരേജ് അല്ലാത്ത പ്രേക്ഷകർക്ക് വേണ്ടിയിട്ടാണ് ഇപ്പോൾ പറയുന്നത്. നിങ്ങൾ ഫൗണ്ടേഷൻ വെക്കുകയാണ്. നിങ്ങളുടെ ഓൾറെഡി എക്സിസ്റ്റിംഗ് റിലേഷൻഷിപ്പ്, അത് സിംഗിൾസ് ആണെങ്കിലും മാരീഡ് ആണെങ്കിലും മറ്റ് റിലേഷൻഷിപ്പിലും നിങ്ങളൊരു ഫൗണ്ടേഷൻ വെക്കുകയാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു റിലേഷൻഷിപ്പ് വേണ്ടത്? അത് ഇൻലോസുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ആകാം, നിങ്ങളുടെ പേരൻസുമായിട്ടുള്ളതാവാം, ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ആയിട്ടുള്ളതാകാം, സൊസൈറ്റി, നെയ്ബേഴ്സ്. അതുപോലെ തന്നെ ബിസിനസ് നടത്തുന്നവരാണെങ്കിൽ നിങ്ങളുടെ സ്റ്റാഫ്, കരിയറിലാണെങ്കിൽ നിങ്ങളുടെ കൊലീഗ്സുമായിട്ടുള്ള ഒരു സ്ട്രോങ് റിലേഷൻഷിപ്പ്, ഒരു സ്ട്രോങ് ഫൗണ്ടേഷനാണ് നിങ്ങൾ ജാനുവരിയിൽ നോക്കുന്നത്. അതിനുള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യുന്നത്. ഫെബ്രുവരിയിൽ സ്റ്റെബിലിറ്റി വരുത്താൻ, ദാറ്റ് ഈസ് ഈ ഒരു ഫൗണ്ടേഷൻ കൊണ്ട് ലൈഫിൽ സ്റ്റെബിലിറ്റി. ഓക്കെ, അത് ആ സ്റ്റെബിലിറ്റി എങ്ങനെയാണ് നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുന്നത്, അതിൻ്റെ ഉള്ള കാര്യങ്ങളാണ് നിങ്ങൾ ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ചില പ്രേക്ഷകർക്ക് ഒരു ഫ്രണ്ടാണ് കിട്ടാൻ പോകുന്നത്. അത് മനസ്സൂക്ഷിപ്പുകാരൻ എന്ന് പറയത്തില്ലേ, ദാറ്റ് ഈസ് നിങ്ങളുടെ സീക്രട്സ് എല്ലാം നിങ്ങൾ ആളോട് പറയും, പക്ഷെ ആ ആളുടെ കയ്യിൽ നിന്ന് ആ സീക്രട്സ് വെളിയിൽ പോകില്ല. അങ്ങനത്തെ ഒരു ഫ്രണ്ട് ആ ഫ്രണ്ടിനെ കണ്ടുമുട്ടാൻ ചാൻസ് ഉണ്ട് ഫെബ്രുവരി. അതുപോലെ തന്നെ മാരേജ്, എൻഗേജ്മെൻറ്റ്സ് ഒക്കെ കഴിയുന്നവർ, ആ പ്രേക്ഷകരും അവരുടെ സ്റ്റെബിലിറ്റി, ദാറ്റ് ഈസ് മാരേജ് കഴിഞ്ഞ് ലൈഫ് എങ്ങനെയായിരിക്കും നിങ്ങൾ കൊണ്ടുപോകുന്നത്, അതിനുള്ള ഒരു തയ്യാറെടുപ്പാണ്. നിങ്ങളുടെ കരിയർ എങ്ങനെയാണ് മൂവ് ചെയ്യുന്നത്, എവിടെയാണ് നിങ്ങൾ സെറ്റിൽ ആവുന്നത്, അതിൻ്റെയൊക്കെ കാര്യങ്ങൾ ഡിസ്കഷനിലും അതിൻ്റെയൊക്കെ ഫൗണ്ടേഷൻ ചെയ്യുന്നുള്ള കാര്യങ്ങൾ ഏർപ്പെടുകയാണ്. അതുപോലെ തന്നെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞവർ. ഓക്കെ, സോ ബേസിക്കലി നല്ലൊരു കാർഡാണ് നൈറ്റ് ഓഫ് പെൻറ്റിക്കിൾസ്. ആസ് വെൽ സാമ്പത്തികം, അത് നോക്കുന്നവർക്ക് ഒരു ന്യൂസ് നിങ്ങൾക്ക് വരുന്നുണ്ട്. ഓക്കെ, ഫെബ്രുവരിയിൽ ആരുടെയെങ്കിലും കയ്യിൽ നിന്നൊരു ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കും. പക്ഷെ അത് വലിയ ലൗഡ് അല്ലായിരിക്കും. ലൗഡ് ഇൻ ദ സെൻസ്, ആരെങ്കിലും വന്ന് നിങ്ങളോട് പെട്ടെന്ന് പറയില്ല, ഇവിടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്, അങ്ങനെ പറയില്ല.
എവിടെയോ അങ്ങനെയോ ഇങ്ങനെ എവിടെയോ കേട്ടു എന്ന് പറഞ്ഞൊരു ഇൻഫർമേഷൻ ആയിരിക്കും. ഓക്കെ, പക്ഷെ അതിൽ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് നേട്ടമാണ്. അതൊന്ന് ശ്രദ്ധിക്കൂ. ഓക്കെ, മാർച്ച് 3 ഓഫ് വാൻസ്. മാർച്ച് 3 ഓഫ് വാൻസ് ആണ്. ദാറ്റ് മീൻസ് നിങ്ങൾ ഒരു ഡിസിഷൻ എടുത്ത് അതിനു വേണ്ടി മൂവ് ചെയ്യാണ്. ഇവിടെ നിങ്ങൾ ഫൗണ്ടേഷൻ ക്രിയേറ്റ് ചെയ്യുമായിരുന്നു ജാനുവരി, റൈറ്റ്? അതിനുള്ള കാര്യങ്ങൾ നിങ്ങൾ ഫെബ്രുവരിയിൽ ചെയ്യുമായിരുന്നു. ഇനി ആലോചിക്കേണ്ടതും ഓക്കെ നിങ്ങൾക്ക് വെക്കേണ്ട സീഡ് അതൊക്കെ നിങ്ങൾ സോ ചെയ്ത് കഴിഞ്ഞു. ഇനിയും നിങ്ങൾക്ക് വേണ്ടത് ദാറ്റ് ഈസ് നിങ്ങൾ ആക്ഷൻ എടുക്കുകയാണ് മാർച്ചിൽ. സോ മാർച്ച് ഓവറോൾ വളരെ നല്ലൊരു കാലമാണ്. ഈവൻ ഗ്രൂപ്പ് 1ലും മാർച്ച് ആക്ഷൻ്റെ സമയമായിരുന്നു. നിങ്ങൾക്കും മാർച്ച് ആക്ഷൻ്റെ സമയമാണ് കാണിക്കുന്നത്. ഓക്കെ, ഓൾറൈറ്റ്. ആൻഡ് സ്റ്റെബിലിറ്റി വരുന്നുണ്ട്. സോ ഇതുവരെ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും രീതിയിലൊരു സ്റ്റെബിലിറ്റി ഇല്ലായിരുന്നു എന്ന് തോന്നുന്ന പ്രേക്ഷകർക്ക് മാർച്ചിൽ സ്റ്റെബിലിറ്റി വന്നു തുടങ്ങും. ഏപ്രിൽ 3 ഓഫ് പെൻറ്റിക്കിൾസ്. സോ ഏപ്രിലിൽ നിങ്ങൾ എടുക്കുന്ന ആക്ഷൻസ് ഓക്കെ അത് നിങ്ങൾക്ക് ഫ്രൂട്ട്ഫുൾ റിസൾട്ടാണ് തരുന്നത്. നിങ്ങൾ ഏറെ കൊലാബറേഷൻസിൽ പോകും. റിലേഷൻഷിപ്പ് ആണെങ്കിൽ ഏറെ ആൾക്കാരെ പരിചയപ്പെടും. ഓക്കെ, ആൻഡ് ആസ് വെൽ as നിങ്ങൾ ചെയ്യുന്ന ജോലി പല ആൾക്കാർ അറിയുകയും അവർ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യുകയും. ഓക്കെ, ദാറ്റ് മീൻസ് ഓവറോൾ പെൻറ്റിക്കിൾസിൻ്റെ കാർഡാണ്. സോ ബിസിനസ് കരിയർ പരമായ കാര്യങ്ങൾക്ക് നല്ല ഉയർച്ചയാണ്. അതുപോലെ തന്നെ പഠിക്കുന്ന കുട്ടികൾ പ്രൊഫഷണൽ ആയിട്ടുള്ള കോഴ്സസ് ആയിരിക്കും തിരഞ്ഞെടുക്കുന്നത്. ആൻഡ് റിലേഷൻഷിപ്പിലും ഒരു വഴികാട്ടിയായിട്ട് ആരോ വരുന്നുണ്ട്. ഓക്കെ, റിലേഷൻഷിപ്പിൽ ബുദ്ധിമുട്ടുന്ന ആൾക്കാർക്കാണെങ്കിൽ ഒരു വഴികാട്ടി, ബിക്കോസ് ഈ ടോർച്ചിലേക്കാണ് എൻ്റെ ശ്രദ്ധ പോകുന്നത്. സോ വഴികാട്ടിയായിട്ട് ആരെങ്കിലും വരുന്നുണ്ട്. ഓൾറൈറ്റ്, ഓർ എൽസ് നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു കാര്യത്തിലൊരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങളൊരു വഴികാട്ടിയുടെ അടുത്ത് പോകും. ലൈക്ക് കൗൺസിലേഴ്സ് അങ്ങനെയൊക്കെ നിങ്ങൾ പോകും. ഓക്കെ, ഓക്കെ. May Ace of Pentacles. മൈ ഗുഡ്നസ്, ഗ്രൂപ്പ് 2 മൊത്തം പെൻറ്റിക്കിൾസിൻ്റെ കാർഡാണല്ലോ വരുന്നത്. സോ നിങ്ങളുടെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് മണി, വെൽത്ത്, ഓക്കെ അത് ക്രിയേറ്റ് ചെയ്യാനാണ്. ഏസ് ഓഫ് പെൻറ്റിക്കിൾസ് എന്ന് വെച്ചാൽ പുതിയ ഐഡിയ, ഓക്കെ പുതിയൊരു ഓപ്പർച്യൂണിറ്റി, വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ. ഓർ എൽസ് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ചെയ്യുന്ന ഒരു ജോലി നാളെ ഒരു കാലത്ത് നല്ലൊരു റിട്ടേൺസ് തരും. ഓക്കെ, അതിൻ്റെ ഒരു പുതിയൊരു ഇൻഫോർമേഷനോ ഒരു പുതിയ ഐഡിയ നിങ്ങൾക്ക് വന്നു ചേരും. ചില ലേഡീസ് കൺസേൺ ആണ് വരുന്നത്. അപ്പം നിങ്ങളിലുള്ള കഴിവുകൾ നിങ്ങൾ ചെയ്യാൻ തുടങ്ങും വീട്ടിൽ നിന്ന് തന്നെ. അത് വരുന്നുണ്ട്. ഓക്കെ, എനിവേ ഇത് ഡിവൈൻ ഗ്രാൻറ്റഡ് ആണ് ഗൈസ്. ഈ വരുന്ന ഐഡിയ, ഈ വരുന്ന ഓപ്പർച്യൂണിറ്റി അത് വിട്ടുകളയല്. ബിക്കോസ് ഇത് ഡിവൈൻ ഗ്രാൻറ്റ് ആണ്, ഇത് നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, now June is happy family. okay ഹാപ്പി ഫാമിലിയാണ്. റിലേഷൻഷിപ്പ് പരമായിട്ടും ഫ്രണ്ട്ഷിപ്പ് പരമായിട്ടും നല്ല സമയമാണ്. നിങ്ങൾക്ക് സന്തോഷം നിറഞ്ഞ സമയമാണ് ജൂണിൽ. അതുപോലെ തന്നെ ബിസിനസ് നടത്തുന്നവർക്കും നല്ല സമയമാണ്. ഇമോഷണൽ ഹാപ്പിനെസ് ആണ് നിങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നത്. ദാറ്റ് മീൻസ് നിങ്ങൾ എന്തെങ്കിലും പ്രൊഡക്റ്റ് ഇറക്കിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിട്ടേൺസ് നിങ്ങൾ ഉദ്ദേശിക്കാത്തടത്തും നിങ്ങൾക്ക് മാക്സിമം റിട്ടേൺസ് ലഭിക്കുന്ന ഒരു സമയമാണ് ജൂൺ. അതുപോലെ തന്നെ ചില ഫാമിലീസൊക്കെ വെക്കേഷനിൽ മറ്റ് കൺട്രീസ്, മറ്റ് സ്റ്റേറ്റ്സ് ഓർ എൽസ് നിങ്ങളിപ്പോൾ ഏത് സ്റ്റേറ്റിലാണോ അവിടെ നിന്ന് ഇത്തിരി സൂ അങ്ങനെയൊക്കെ കറങ്ങാൻ പോകുന്ന ആ ഒരു പ്ലാൻ നിങ്ങൾ ചെയ്യുന്നുണ്ട്. ഒരു പ്ലാൻ എന്ന് പറയുമ്പോൾ തൊട്ടടുത്ത റീജിയനിലെ ഒരു പാർക്കും ഒരു പ്ലാൻ തന്നെയാണ് ഔട്ടിങ്ങിൻ്റെ. ഓക്കെ, ഓൾറൈറ്റ്. July is Queen of Pentacles. Again Pentacles. Okay, Queen of Pentacles എന്ന് വെച്ചാൽ വളരെ അബണ്ടൻ്റ് ആയിട്ടുള്ളൊരു ഫീലിംഗ്. ഓക്കെ, വളരെ സംതൃപ്തിയോടുള്ള ഫീലിംഗ്, എല്ലാം ഉണ്ട്. ഓക്കെ, നല്ല സന്തോഷം,
സമാധാനം, ഹെൽത്ത് നല്ലത്. ഓക്കെ, അങ്ങനത്തെ ഒരു മാസമാണ് വരാൻ പോകുന്നത് നിങ്ങൾക്ക്. മൈറ്റ് ബി അത് മെയ് അല്ല, ജൂൺ, റൈറ്റ്? ജൂണിൽ നിങ്ങളുടെ ആ ഹാപ്പി ഫാമിലി സിറ്റുവേഷൻ ആയതുകൊണ്ടാകാം ജൂലൈയിൽ വളരെ സംതൃപ്തിയാണ്. ഓക്കെ, ആൻഡ് നിങ്ങൾ ഫൈനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ്സ് എവിടെയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൽ നല്ല റിട്ടേൺസ് ആണ് നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത്. ആൻഡ് പക്ഷെ ചില പ്രേക്ഷകർ എന്തോ ഒരു കാര്യം വളരെയധികം ഹോൾഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ചിലപ്പോൾ ഏതെങ്കിലും ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ ഒരു ഐഡിയ ആകാം. ആ ഐഡിയ എങ്ങനെയെങ്കിലും ചെയ്തെടുക്കണം എന്നുള്ള ഒരു പിടിവാശി അത് നിങ്ങളിവിടെ ചെയ്യുന്നുണ്ട്. ഓക്കെ, ബട്ട് അത് നല്ലതാണ്. ഓക്കെ, ബിലീവ് മീ, നല്ലതാണ്. ബിക്കോസ് അതാണ് നിങ്ങൾക്ക് പ്രോസ്പെരിറ്റി ആൻഡ് അബണ്ടൻസ് കൊണ്ടുവരുന്നത്. ഓക്കെ, നൗ ഓഗസ്റ്റ്, കിങ് ഓഫ് പെൻറ്റിക്കിൾസ്. സീ ഹിയർ ഗൈസ്, ഇവിടെ നിങ്ങൾ ക്വീൻ ആണ് ജൂലൈയിൽ, ആൻഡ് ദെൻ കിങ് ഓഫ് പെൻറ്റിക്കിൾസ്. സോ രണ്ട് കാർഡ്സും വളരെ അബണ്ടൻറ്റ് കാർഡാണ്. നിങ്ങൾ നിങ്ങളുടെ കാര്യങ്ങൾ ക്വീൻ എന്ന് പറഞ്ഞാൽ ഇത്തിരി ഇമോഷൻ ബേസ്ഡ് ആണ്, അതേസമയത്ത് കിങ് എന്ന് വെച്ചാൽ പ്രാക്ടിക്കലാണ്. സോ ജൂലൈയിൽ നിങ്ങൾ ഇമോഷണലി വളരെ സംതൃപ്തരായിരിക്കും. ആൻഡ് ഓഗസ്റ്റിൽ നിങ്ങൾ ഫിനാൻഷ്യലി ലോജിക്കൽ പാർട്ടിൽ വളരെ സംതൃപ്തരായിരിക്കും. സോ എന്തായാലും വെൽത്ത് വന്നു ചേരുന്നുണ്ട്. നിങ്ങൾ ഇതുവരെ പ്രയത്നിച്ച, ദാറ്റ് സാമ്പത്തികപരമായ കാര്യങ്ങളിൽ നിങ്ങൾ ഇതുവരെ എന്തൊക്കെ പ്രയത്നങ്ങൾ ചെയ്തോ അതിൻ്റെയൊക്കെ ഫലങ്ങൾ നിങ്ങൾക്ക് ജൂലൈ ആൻഡ് ഓഗസ്റ്റ് അതുപോലെ തന്നെ ജൂണിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, എല്ലാ രീതിയിലും നിങ്ങൾക്ക് സംതൃപ്തിയുണ്ട്, സമാധാനമുണ്ട്, സന്തോഷമുണ്ട്, അബണ്ടൻസ് ഉണ്ട്. പിന്നെ നിങ്ങളോട് പറയുന്നത് എന്താണ്, കിങ് ആയിട്ട് ലൈക്ക് ജൂലൈയിൽ നിങ്ങൾ വളരെയധികം ഇമോഷണലി നിങ്ങൾ സംതൃപ്തരാണെങ്കിലും ഇമോഷണലാണ് അല്ലേ. ഓഗസ്റ്റ് വരുമ്പോഴത്തേക്കിന് പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കൂ. എല്ലാ കാര്യങ്ങളും പ്രാക്ടിക്കൽ വേയിൽ ചിന്തിച്ചിട്ട് അതിനുള്ള സൊല്യൂഷൻസോ ഡിസിഷൻസോ എടുക്കാൻ പാടുള്ളൂ. ഓൾറൈറ്റ്, സോ സെപ്റ്റംബർ ഏസ് ഓഫ് സ്വേർഡ്സ് ആണ്. നിങ്ങൾ ഓരോ ഡിസിഷൻസ് എടുക്കുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ക്ലാരിറ്റി വന്നു തുടങ്ങിയാണ്. ഏത് കാര്യം എങ്ങനെ ചെയ്യണം, ഏത് രീതിയിൽ ചെയ്യണം, ഇതൊക്കെ നിങ്ങൾക്ക് ക്ലാരിറ്റി വന്നു തുടങ്ങും. ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ ബിസിനസ്സിൽ ക്ലാരിറ്റി വന്നു തുടങ്ങും. ഓക്കെ, ക്രൗൺ ചക്ര ഓപ്പണിംഗ് ആണ്. സോ വളരെയധികം ഇൻറ്റ്യൂട്ടീവ് ആയിരിക്കും. ഐഡിയാസ് പെട്ടെന്നായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ആ ഐഡിയാസ് യൂട്ടിലൈസ് ചെയ്യും. അതുപോലെ തന്നെ ആർക്കേഞ്ചൽ മൈക്കിളുമായിട്ട് വർക്ക് ചെയ്യൂ. ബിക്കോസ് കോഡ് കട്ടിങ് ആൻഡ് പ്രൊട്ടക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിരിക്കും ഈ ഗ്രൂപ്പിന്. Now October is Wheel of Fortune guys. എന്ത് നല്ല റീഡിംഗ് ആണ് നിങ്ങളുടെ വീൽ ഓഫ് ഫോർച്യൂൺ. ലക്കാണ് നിങ്ങളുടെ കൂടെയുള്ളത്. നിങ്ങൾ എന്ത് ചെയ്യുന്നു അതായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. പക്ഷേ ശ്രദ്ധിക്കുക, വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. വീൽ മേൽഭാഗമാണ് നിങ്ങൾക്കൊപ്പം നിൽക്കണമെങ്കിൽ ലക്കാണ്. എല്ലാ കാര്യങ്ങളും സ്മൂത്ത്ലി നടക്കും. അതുപോലെ താഴത്തെ വീലാണ് നിങ്ങളുടെ കൂടെ നിൽക്കുന്നതെങ്കിൽ കർമ്മ. ഓക്കെ, ദാറ്റ് മീൻസ് നല്ലത് ചെയ്താൽ നല്ലത് വരും, ചീത്തത് ചെയ്താൽ ചീത്തത് വരും. കീപ് യുവർ തോട്ട്സ് ഇൻ അലൈൻമെൻറ്റ്. മാസ്റ്റർ മേർലിൻ നിങ്ങൾക്ക് തന്ന ഉപദേശമാണ്. നിങ്ങൾ എന്ത് തോട്ട്സ് വെക്കുന്നോ അതായിരിക്കും നിങ്ങൾക്ക് വരുന്നത്. നിങ്ങൾ നെഗറ്റീവ് തോട്ട്സ് വെക്കുകയാണെങ്കിൽ നെഗറ്റീവ് തോട്ട്സ് ആയിരിക്കും നിങ്ങൾക്ക്, നെഗറ്റീവ് റിസൾട്ട്സ് ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. പോസിറ്റീവ് തോട്ട്സ് വെക്കുകയാണെങ്കിൽ പോസിറ്റീവ് തോട്ട്സാണ് കിട്ടുന്നത്. ഇത്രയും നല്ലൊരു കാർഡ് ഒരു റീഡിംഗ് വന്നിട്ടുണ്ടെങ്കിൽ അത് വളരെ ലക്കിയാണ്. സോ യൂട്ടിലൈസ് തോട്ട്സ്, പോസിറ്റീവ് വെക്കൂ, പോസിറ്റീവ് അഫർമേഷൻസ് എത്രയും ചെയ്യൂ. ഗ്രേറ്റ് ഗൈസ്. നവംബർ ഇസ് ഹൈറോഫൻ, സ്പിരിച്വൽ ആണ്. അതുപോലെ തന്നെ ദാറ്റ് മീൻസ് നിങ്ങൾ സ്പിരിച്വലി ഏറെ വർക്ക് ചെയ്യും, ദേവാലയങ്ങളിൽ പോകും. പ്ലസ് ഇത്തിരി വിസ്ഡം, ദാറ്റ് ഈസ് ഇത്തിരി വിവരം അല്ലെങ്കിൽ നോളജ് ഏറെ കൂടുതലുള്ള ഒരാൾ നിങ്ങളെ ഗൈഡ് ചെയ്യും. ഓക്കെ, അതുപോലെ തന്നെ കീസ്, എന്തോ കീ ഓപ്പണിംഗ് ഉണ്ട് നിങ്ങൾക്ക്. ഓക്കെ, വാട്ട് ഐ ഫീൽ ഈസ് എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് ഇതുവരെ സ്റ്റക്കായിരുന്നോ അത് ഓപ്പൺ ആകുകയാണ് ഈ ഒരു ലക്ക് മൂലം. ഓക്കെ, ഈ ലക്ക് നിങ്ങളുടെ ലൈഫിൽ എന്താണോ സ്റ്റക്കായിരുന്നത് ആ എനർജി മാറ്റി തരികയാണ്. ഓക്കെ,
അപ്പോൾ നിങ്ങളോട് മെഡിറ്റേഷൻ ഏറെ ചെയ്യൂ. ഓക്കെ, മെഡിറ്റേഷൻ ചെയ്യുമ്പോഴത്തേക്കിന് ആ വഴി തുറന്നു കിട്ടും. ഡിസംബർ ചോയ്സസ്, ഏറെ ചോയ്സസ് ആണ് ഇതുവഴി വരുന്നത്. ലക്ക് നിങ്ങളുടെ സ്റ്റക്കായ എനർജി മാറ്റിത്തരുന്നു. ആ സ്റ്റക്കായ എനർജി മാറുമ്പോഴത്തേക്കിന് ഏറെ ചോയ്സസ് ആണ് നിങ്ങളുടെ ലൈഫിൽ വരുന്നത്. ചോയ്സസ് സെലക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക. ഓക്കെ, ഈ ഒരു വർഷം ഇത്രയും നല്ല കാര്യങ്ങൾ ഉണ്ടാകുമ്പോൾ ഇനിയും ചോയ്സസ് നല്ലത് വെച്ചാലേ ഓക്കെ, നന്നായി ആലോചിക്കുക. ആരുടെങ്കിലും ദാറ്റ് ഈസ് ഇത്തിരി വിസ്ഡം, ദാറ്റ് ഈസ് ഇത്തിരി നോളജ് ഉള്ള, ഏത് ഫീൽഡിലാണോ നിങ്ങൾ, അല്ലെങ്കിൽ റിലേഷൻഷിപ്പിലാണോ, നല്ല നോളജ് ഉള്ള ആളോട് വേണം ആലോചിച്ചിട്ട് ഡിസിഷൻസ് എടുക്കാൻ. ചോയ്സസ് ക്ലിയർ വെക്കുക. വളരെ നല്ല റീഡിങ് ഗൈസ്. ഇനി നമുക്ക് നോക്കാം ബ്ലെസ്സിങ്സ് എന്തൊക്കെയാണ്. Oh my goodness. Blessings 4 cards ആണ് വന്നത്. See. Okay, so first one is Council of Light. ദൈവങ്ങളാണ് നിങ്ങൾക്കൊപ്പം ഉള്ളത്. See here, Hierophant card already ആ ഒരു പ്രസൻസ് സ്ഥിരീകരിച്ചതാണ്. സോ ദൈവങ്ങളുടെ ഹെൽപ്പ് നിങ്ങൾക്കുണ്ട്. ലോ ഓഫ് അട്രാക്ഷൻ മാനിഫെസ്റ്റേഷൻ ചെയ്യുന്നവരെല്ലാവരും ഈ ഒരു എനർജിയുമായിട്ട് വർക്ക് ചെയ്യൂ. നിങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട്സ് കിട്ടും, പോസിറ്റീവ് തോട്ട്സ് ആണെങ്കിൽ. നെക്സ്റ്റ് ഇസ് ഇനീഷ്യേഷൻ. ഇവിടെ ഇതുവരെ നിങ്ങൾക്കുള്ള സ്റ്റക്ക് എനർജി, ഈ സ്റ്റക്ക് എനർജി ലക്കിൽ നിന്ന് മാറി തുടങ്ങുമ്പോൾ ഈ ഒരു വഴിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് പോകുകയാണ്. ഓക്കെ, സോ നിങ്ങൾ ഈ ഒരു വഴിയിലാണ് നിൽക്കുന്നത്. സോ മെഡിറ്റേഷൻ ചെയ്യുക, സബ്ലിമൽ സ്വിച്ച് വേർഡ്സ് ഇതൊക്കെ ചെയ്യുക. ഓക്കെ, 7 ചക്ര ബാലൻസിങ് ചെയ്യുക. ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കിന് ഈ ഇനീഷ്യേഷൻ ഇത്രയും കൂടി എളുപ്പത്തിൽ നടക്കും. നെക്സ്റ്റ് ഈസ് ട്രസ്റ്റ് ദ നിഗിൾ. എന്തൊരു ഐഡിയ ആണോ വരുന്നത്, ആ ഐഡിയ ചെയ്യണം എന്ന് എപ്പോഴും മനസ്സിൽ കാണും. ഓക്കെ, അത് മാറ്റി വെക്കാൻ പറ്റാതെ വരും. അങ്ങനത്തെ ഒരു ഐഡിയ അത് ട്രസ്റ്റ് ചെയ്യൂ ആൻഡ് ഫോർവേഡ് മൂവ്മെൻറ്റ് ചെയ്യൂ. ദാറ്റ് മീൻസ് എന്ത് ഐഡിയ ആണോ വരുന്നത് ആ ഐഡിയ ചെയ്യാൻ ശ്രമിക്കൂ. അതിലൂടെ ലൈഫിൽ മുമ്പോട്ട് കരകയറും. അത് ബിസിനസ് ആകാം, കരിയർ ആകാം, റിലേഷൻഷിപ്സ് ആകാം. ഓക്കെ, എവിടെയാണോ ആ ഒരു മനസ്സിൽ പറയുന്നത് ഇതാണ് ശരി, ഇതല്ല ശരി, അത് വിശ്വസിച്ച് മുമ്പോട്ട് ആ കാര്യങ്ങൾ ചെയ്യൂ. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് സോൾ ഫാമിലി. കോളിങ് യുവർ ട്രൈബ്, യു ഡോണ്ട് ഹാവ് ടു ഡു ഇറ്റ് അലോൺ. എന്ത് കാര്യമാണോ നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾക്ക് നിങ്ങളുടെ ഒപ്പം ചേരാൻ ആൾക്കാർ വന്ന് ചേരും. ഓക്കെ, അതിന് നിങ്ങൾക്ക് ജസ്റ്റ് ഇത്രയും പറയണ്ടുള്ളൂ, എൻ്റെ സോൾ ട്രൈബ് എന്നെ വന്ന് ചേരൂ. സിമ്പിൾ. ഓക്കെ, സോ ലൈക്ക് മൈൻഡഡ് പീപ്പിൾ, സോൾ ട്രൈബ് ആരാണ്? ലൈക്ക് മൈൻഡഡ് പീപ്പിൾ, നിങ്ങളെ മാതിരി ചിന്തിക്കുന്ന ആൾക്കാർ, അവരാണ് നിങ്ങൾക്ക് ഈ വർഷം സപ്പോർട്ടായിട്ട് വരുന്നത്. അതാണ് നിങ്ങളുടെ ബ്ലെസ്സിങ്സ്. ആൻഡ് ഡോൾഫിൻ ഇവിടെയുണ്ട്. സോ ഇൻറ്റ്യൂഷൻ വളരെ ഹൈ ആയിരിക്കും. നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ ആയിരിക്കും നിങ്ങളെ ഹോൾ 2022 ഗൈഡ് ചെയ്യുന്നത്. Alright. Okay, so now challenges. Let's see. എന്താണ് challenges? Challenges for group 2. തോട്ട്സ് ആണ് നിങ്ങളുടെ ചാലഞ്ച് ഗൈസ്. യൂണിവേഴ്സ് കാർഡാണ്. യൂണിവേഴ്സ് എപ്പോഴാണ് വരുന്നത്? മാനിഫെസ്റ്റേഷൻ വേൾഡ് കാർഡുമായിട്ടാണ് വരുന്നത്. ഓക്കെ, സോ നിങ്ങളുടെ ഇവിടെ ചാലഞ്ച് എന്ന് പറയുന്നത് നിങ്ങളുടെ തോട്ട്സ് ട്രൂത്ത്ഫുള്ളി വെക്കാൻ, പോസിറ്റീവ് വെക്കാൻ നിങ്ങൾക്കൊരു ചാലഞ്ച് ഉണ്ടാവും. അതുപോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് പല വഴികളിൽ നിന്ന് വരുമ്പോൾ അത് ആ ഓപ്പർച്യൂണിറ്റീസിനെ ഏറ്റെടുക്കാനുള്ള ഒരു ചാലഞ്ചും നിങ്ങൾക്ക് ഉണ്ട്. ഓക്കെ, വേറെ എന്താണ്? Any other challenge for group 2? Any other challenge? No, only thoughts ആണ് നിങ്ങളുടെ challenge guys.
സി അത് മാസ്റ്റർ മെർലിനും പറഞ്ഞു, റൈറ്റ്? കീപ് യുവർ തോട്ട്സ് ഇൻടാക്ട്. നിങ്ങളുടെ തോട്ട്സ് പോസിറ്റീവ് ആക്കി വെക്കൂ. ഓക്കെ, സോ അവിടെ മാത്രമാണ് നിങ്ങളുടെ ചാലഞ്ചസ്. ഓൾറൈറ്റ്, നാ ഈ ചാലഞ്ചസിനെ ഓവർകം ചെയ്യാൻ എന്ത് ചെയ്യണം നോക്കാം. To overcome the challenge, please give me one card. To overcome the challenge, one advice please. No advice for you guys. So നിങ്ങളുടെ അഡ്വൈസ് തന്നെയാണ്, നിങ്ങളുടെ തോട്ട്സ് പോസിറ്റീവായിട്ട് വെക്കൂ. ഓക്കെ, വേറെ ഒന്നും പറയുന്നില്ല. Now universal messages for you guys. Universal messages. Oh, 2 cards. Whenever I compare myself to others, I simply say this prayer: the light I see in them is a reflection of my inner light. Okay, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യരുത് എന്നാണ് ഇവിടെ പറയുന്നത്. എപ്പോഴെങ്കിലും ആ കമ്പാരിസൺ തോന്നുമ്പോൾ പറയാ, അവരിൽ എന്ത് നന്മയാണോ നിങ്ങൾ കാണുന്നത്, എന്ത് നല്ലതാണോ കാണുന്നത്, അത് നിങ്ങളുടെ ഉള്ളിലുള്ള നന്മയാണ്. ഓക്കെ, ആ നല്ലതിനെയാണ് മറ്റൊരാളുടെ നല്ലതായിട്ട് നിങ്ങൾ കാണുന്നത്. ആൻഡ് സെക്കൻഡ്, I allow people to witness their behavior so I can help them move beyond it. I allow to witness. Okay, that means ചില ആൾക്കാർ വളരെ മോശമായിട്ടാണ് നിങ്ങളോട് പെരുമാറണമെങ്കിൽ നിങ്ങൾ അതിന് ഇൻവോൾവ് ആകേണ്ട ആവശ്യമില്ല. ബിക്കോസ് നിങ്ങൾ ഇൻവോൾവ് ആകാതെ മാറിപ്പോകുമ്പോൾ അവർക്ക് തന്നെ മനസ്സിലാവും അവരുടെ തെറ്റ് എവിടെയാണെന്ന്. അങ്ങനെ നിങ്ങൾ അവരെ ആ ഒരു നേച്ചർ, ആ ഒരു ക്യാരക്ടറിൽ നിന്ന് മൂവ് ചെയ്യാൻ, നല്ലതിലേക്ക് പോകാനായിട്ടാണ് പ്രേരിപ്പിക്കുന്നത്. സോ ബ്യൂട്ടിഫുൾ എനർജീസ് ഗൈസ്, ബ്യൂട്ടിഫുൾ മെസ്സേജസ് ഫോർ യു. ഇതായിരുന്നു നിങ്ങളുടെ ഇയർ 2022 ഫോർകാസ്റ്റ്. നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, സബ്സ്ക്രൈബ് ചെയ്യൂ. Next video will be coming soon. Till then, bye. Hello Group 3. So year 2022 forecast ആണ്. അതിനു മുമ്പ് മാസ്റ്റർ മെർലിൻ ഗ്രൂപ്പ് 3ക്ക് നൽകിയ മെസ്സേജസ് ആണ് പറയാൻ പോകുന്നത്. വളരെ ഹാപ്പി വൈബ്സ് ആയിരുന്നു ഞാൻ ഈ മെസ്സേജസ് ചാനൽ ചെയ്തപ്പോൾ ഗ്രൂപ്പ് 3ക്ക് വേണ്ടിയിട്ട്. വളരെ വളരെ ഹാപ്പി എനർജി. സോ ഐ ബിലീവ് ഈ ഒരു ഇയർ വളരെ ഹാപ്പിനെസ് നിറഞ്ഞ ഒരു ഇയർ ആയിരിക്കും ഗ്രൂപ്പ് 3ക്കുള്ളത്. Now the first message was let's party. I don't know എന്താ അങ്ങനെ മെസ്സേജ് വന്നേ, ബട്ട് ദ മെസ്സേജ് വാസ് ക്ലിയർലി ലെറ്റ്സ് പാർട്ടി. സോ പാർട്ടിയൊക്കെ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ പാർട്ടി കണ്ടക്ട് ചെയ്യൂ. സെലിബ്രേഷൻ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സെലിബ്രേഷൻസ് പങ്കെടുക്കൂ. ഓക്കെ, എൻജോയ് ചെയ്യൂ. ദ തീം ഇസ് എൻജോയ്. ഓക്കെ, ഈ ഒരു ഇയർ നല്ലപോലെ എൻജോയ് ചെയ്യൂ. നെക്സ്റ്റ് ഇസ് ഗോ ടു സൂ. സോ സൂയിലൊക്കെ പോകാൻ പ്ലാൻ ഇട്ടിട്ട് മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഗോ ടു സൂ. മിക്കവാറും കുഞ്ഞു കുട്ടികളുണ്ടാവും വീട്ടിൽ, അവരെ കാണിക്കാൻ വേണ്ടി പോകണം എന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ പോകുക. ബിക്കോസ് അത് മാസ്റ്റർ മെർലിൻ്റെ മെസ്സേജസ് ആണ്. ഓക്കെ, ആൻഡ് ദ ബ്യൂട്ടിഫുൾ മെസ്സേജ് ലവ് യു. മാസ്റ്റർ മെർലിൻ നിങ്ങളെ ഏറെ സ്നേഹിക്കുന്നു എന്നാണ് മെസ്സേജ് വന്നത്. ദാറ്റ്സ് സച്ച് എ വണ്ടർഫുൾ മെസ്സേജ്. ആൻഡ് നെക്സ്റ്റ് ഇസ് ലവ്ലി കാർനേലിയൻ. സോ ഈ ഗ്രൂപ്പിൽ ഹീലേഴ്സ് ഓർ എൽസ് ഈ ഗ്രൂപ്പിൽ ഈ ഒരു ഗ്രൂപ്പ് കാണുന്ന പ്രേക്ഷകരുടെ അടുത്ത് കാർനേലിയൻ ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാർനേലിയൻ, ജസ്റ്റ് നിങ്ങളുടെ കയ്യിലുള്ള ആ ക്രിസ്റ്റൽ, കാർനേലിയൻ ക്രിസ്റ്റൽ മാസ്റ്റർ മെർലിന് വളരെ ലവ്ലി ആയിട്ടാണ് തോന്നുന്നത്. ഓക്കെ, സോ മാസ്റ്റർ മെർലിൻ പറയുന്നത് വളരെ നല്ല എനർജി ഉള്ള ഒരു ക്രിസ്റ്റലാണ്. സോ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ചെയ്യുക, വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ വർക്ക് ചെയ്യാൻ തുടങ്ങുക. നെക്സ്റ്റ് ഇസ് ഓസം.
ഞാൻ പറഞ്ഞല്ലോ ഹാപ്പി ലവ്ലി ഫിൻറ്റാസ്റ്റിക് എനർജീസ് ആയിരുന്നു. സോ മെസ്സേജസും അങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഓസം. ഓക്കെ, സോ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് അത് വളരെ നല്ലതാണ് എന്നാണ് മാസ്റ്റർ മെർലിൻ പറയുന്നത്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഈസ് ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ചെയ്യൂ എന്നാണ് മാസ്റ്റർ മെർലിൻ പറയുന്നത്. ഓക്കെ, തടസ്സങ്ങൾ കാണുമായിരിക്കാം, ആരും സപ്പോർട്ടിനുണ്ടാവില്ലായിരിക്കാം, ചെയ്യാൻ പോകുന്ന കാര്യം എങ്ങനെ ചെയ്യും അതിനുള്ള സ്കിൽസ് നിങ്ങൾക്കുണ്ടോ എന്നുള്ള ഒരു ടെൻഷൻ നിങ്ങൾക്ക് ഉണ്ടാകും. ബട്ട് മാസ്റ്റർ മെർലിൻ നിങ്ങളോട് പറയുന്നത് അധികം ആലോചിക്കാതെ അതെന്താ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ചെയ്യുക. ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. ഓക്കെ ഗൈസ്, സോ ഇതൊക്കെയായിരുന്നു നിങ്ങളുടെ മെസ്സേജസ്. മാസ്റ്റർ മെർലിനോട് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്ത് മാസ്റ്റർ മെർലിനെ കോൾ ചെയ്ത് മാസ്റ്റർ മെർലിൻ്റെ കൂടെ വർക്ക് ചെയ്യൂ. ബിക്കോസ് ഹീ ഈസ് സെൻഡിങ് യു ഹാപ്പി എനർജീസ്. മാസ്റ്റർ മെർലിൻ നിങ്ങൾക്ക് നല്ല വൈബ്രേഷൻസ് ആണ് തരുന്നത്. ഇൻഫാക്ട് നിങ്ങളുടെ വൈബ്രേഷൻസ് വളരെ നല്ലതാണ്. മാസ്റ്റർ മെർലിൻ അതാണ് പറയുന്നത്. ഓക്കെ, സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ ഇയർ ഫോർകാസ്റ്റ്. ഓക്കെ, 2002. ഓക്കെ, സോ ജാനുവരി മന്ത് സ്റ്റാർട്ടിങ് തന്നെ നല്ല ഹാർഡ് വർക്ക് ആണ് ഗൈസ്. സോ നിങ്ങൾ പുട്ട് ഓൺ ചെയ്യുന്ന വർക്ക് 100% നിങ്ങൾ സംശയം കൂടാതെ അതിനു വേണ്ടി പ്രയത്നിക്കൂ എന്ന് തന്നെയായിരുന്നു മാസ്റ്റർ മെർലിൻ്റെ മെസ്സേജസ്. ഓക്കെ, സോ ഈ ഒരു മാസം ശരിക്കും നിങ്ങൾ അധ്വാനിക്കുമ്പോൾ ബാക്ക് പെയിൻ ഉള്ളവരൊക്കെ ആണെങ്കിൽ ശ്രദ്ധിക്കുക. അധ്വാനിക്കുന്നതിൻ്റെ ഇടയിൽ റെസ്റ്റ് എടുക്കാൻ മറക്കരുത്. ഇതൊരു മെസ്സേജാണ് ചാനൽഡ്. ഓക്കെ, ആൻഡ് കൂടുതലും ആൾക്കാർ ഒറ്റയ്ക്കിരുന്നായിരിക്കും. ദാറ്റ് മീൻസ് സെൽഫ് ബിസിനസ്. ഓക്കെ, സെൽഫ് ഓണേഡ് ബിസിനസ് ഒക്കെ ചെയ്യുന്നവരായിരിക്കും. ബട്ട് ഗോ ഫോർ ഇറ്റ്, അത് ചെയ്യൂ എന്നാണ് പറയുന്നത്. ഓക്കെ, സോ ജാനുവരി. ലവേഴ്സ്. ഫെബ്രുവരി മന്ത് ലവേഴ്സിൻ്റെ കാർഡാണ്. റിലേഷൻഷിപ്സ്. ഓക്കെ, നിങ്ങൾ ഏത് റിലേഷൻഷിപ്പാണ് ആ റിലേഷൻഷിപ്പ് നിങ്ങൾക്കുള്ളതാണ്. ഓക്കെ, നിങ്ങൾ ആരെ പറ്റിയാണോ ആലോചിക്കുന്നത്, ഓക്കെ, നിങ്ങൾ സിംഗിൾസ് ആണെങ്കിൽ നിങ്ങൾ ആരെ പറ്റിയാണോ അന്വേഷിക്കുന്നത്, യെസ്, ഹീസ് യുവർ ട്രൂ ലവ്. ഓക്കെ, ബട്ട് ട്രൂ ലവ് ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അത് വളരെ സ്മൂത്ത്ലി പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ആയിരിക്കും എന്ന് പറയുന്നില്ല. ലവേഴ്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു ചോയ്സ് ആണ്. ഓക്കെ, അതുപോലെ തന്നെ റിലേഷൻഷിപ്സിൽ അന്വേഷിക്കുന്നവർ, റിലേഷൻഷിപ്പ് യെസ് കാർഡാണ് നിങ്ങൾക്ക്. ദാറ്റ് മീൻസ് ഇത് ശരിയായുള്ള റിലേഷൻഷിപ്പാണ്, പക്ഷേ ചോയ്സസ് എപ്പോഴും ഉണ്ട്. ഫ്രീ വിൽ എന്ന് പറയുന്നത് എപ്പോഴും എല്ലാവർക്കും ഉള്ളതാണ്. നിങ്ങളുടെ കയ്യിലൊരു കാര്യം കൊണ്ടു തന്നെങ്കിലും ഫ്രീ വിൽ നിങ്ങളുടെയാണ്, അത് നിങ്ങൾക്ക് വേണോ വേണ്ടയോ എന്നുള്ളത്. ആൻഡ് വർക്ക് റിലേറ്റഡ്, ദാറ്റ് ഈസ് ബിസിനസ്, കരിയർ. നിങ്ങൾക്ക് ജോബ് റിലേറ്റഡ് എന്ന് പറയുന്നത് പാർട്ട്ണർഷിപ്പിലൂടെയാണ് മുമ്പോട്ട് കൊണ്ടുപോകേണ്ടത്. ബിക്കോസ് അതായിരിക്കും ഏറ്റവും കൂടുതൽ സക്സസ്. പാർട്ട്ണർഷിപ്പ് ആയിക്കോട്ടെ, കരിയർ ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഇതെല്ലാം ഗൈഡഡ് ആണ്. ബിക്കോസ് ഇവിടെ ആർക്കേഞ്ചൽ റഫായൽ ആണ് ഗൈഡ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡിവൈൻ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും ഫെബ്രുവരി മാസത്തിൽ നടക്കാൻ പോകുന്നത്. മാർച്ച് സെലിബ്രേഷൻ. ഓക്കെ, സോ നിങ്ങൾ ആദ്യം ഏറെ ഹാർഡ് വർക്ക് പുട്ട് ഓൺ ചെയ്യുന്നു. നിങ്ങൾക്ക് ഡിസിഷൻസ് വരുന്നുണ്ട്, നിങ്ങൾ ആ ഡിസിഷൻസ് എടുക്കുന്നു. ആ ഡിസിഷനിലൂടെ നിങ്ങൾക്ക് വരുന്നത് സക്സസ് ആണ്. ഓക്കെ, മാരേജിൻ്റെ കാർഡാണ്. ചില പ്രേക്ഷകരുടെ മാരേജ് മാർച്ചിലായിരിക്കും, ചില പ്രേക്ഷകരുടെ എൻഗേജ്മെൻറ്റ് മാർച്ചിലായിരിക്കും, മാരേജ് ഡേറ്റ് ഫിക്സ് ചെയ്യുന്നത് മാർച്ചിലായിരിക്കും. ഹൗസ് വാമിങ് മാർച്ചിൽ നടക്കാൻ സാധ്യതയുണ്ട്. ഫ്ലവർ ബിസിനസ് നടത്തുന്നവർ അല്ലെങ്കിൽ നടത്താൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെ നല്ല കാലമാണ് മാർച്ച്.
സംഹൗ ബ്യൂട്ടി ബിസിനസ് വരുന്നുണ്ട്. ഓക്കെ, അവർക്ക് മാർച്ച് വളരെ നല്ലൊരു കാലമാണ്. സോ മാർച്ച് എന്ന് പറയുന്നത് സെലിബ്രേറ്റീവ് കാർഡാണ്, സെലിബ്രേഷൻ്റെ ഒരു മാസമാണ്. ഏപ്രിൽ എംപറർ. ഏപ്രിൽ എന്ന് പറഞ്ഞാൽ എംപററാണ്. ദാറ്റ് മീൻസ് സ്വയം ബിസിനസ് ചെയ്യുക. ഓക്കെ, ഒരു അതോറിറ്റി ഉണ്ടാകുക. അപ്പോൾ നിങ്ങൾ ചെയ്യുന്ന ജോലി, ഓക്കെ, ഇപ്പോൾ ബിസിനസ് ആൻഡ് കരിയർ ആണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ജോലിയിൽ നിങ്ങൾക്ക് ഇൻഡിപെൻഡൻ്റ് ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കാൻ പറ്റും. ഓക്കെ, ഈ ഒരു ആളെന്ന് പറയുന്നത് വളരെ വിസ്ഡം നിറഞ്ഞ ആളാണ്, എന്നുവെച്ചാൽ ഒത്തിരി അറിവുകളുള്ളതാണ്. സോ ദാറ്റ് മീൻസ് ഏപ്രിൽ മാസത്തിൽ എത്ര അറിവ് നിങ്ങൾക്ക് നേടാൻ പറ്റുമോ, എത്ര സ്കിൽസ് നിങ്ങൾക്ക് ട്യൂൺ ഇൻ ആക്കാൻ പറ്റുമോ, എത്ര സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ പറ്റുമോ, അതൊക്കെ ഏപ്രിൽ മാസത്തിൽ ചെയ്യണം. അതുപോലെ തന്നെ എപ്പോഴും ചാലഞ്ചസിന് വേണ്ടി റെഡി ആയിരിക്കുക. ഓക്കെ, ഏപ്രിൽ മാസം ഈവൻ ദോ നിങ്ങളുടെ സ്മൂത്ത്ലി ആണ് പോകുന്നത് ആൻഡ് എല്ലാ കാര്യങ്ങളും വളരെ നന്നായി തന്നെ പോകും, നിങ്ങളുടെ ഡിസിഷൻ പവറും വളരെ നല്ലതാണ്, എന്നാൽ ചാലഞ്ചസ് ഡെഫിനറ്റ്ലി ഉണ്ടാവും. അപ്പോൾ ചാലഞ്ചസിനെ ഓവർകം ചെയ്യാൻ നിങ്ങൾക്ക് വേണ്ടത് വിസ്ഡമാണ്. അതിന് ഏറെ പഠിക്കുക. ഓക്കെ, ഏതെങ്കിലും കാര്യത്തിൽ പഠിക്കണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ചെയ്യുക. അതുപോലെ തന്നെ ഏപ്രിൽ മാസത്തിൽ ഒരു എംപറർ ആയിട്ടുള്ള, ദാറ്റ് മീൻസ് ഇത്തിരി സ്ട്രോങ് ഡിസിസീവ് പവർ, ഓക്കെ, എന്ന് വെച്ചാൽ നല്ല ഡിസിഷൻ എടുക്കാൻ കഴിവുള്ള ഒരാളോ അല്ലെങ്കിൽ നല്ല അഭിപ്രായം നിങ്ങളുടെ കരിയറിനായിക്കോട്ടെ, ബിസിനസ് ആയിക്കോട്ടെ, എഡ്യൂക്കേഷൻ ആയിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, നല്ല അഭിപ്രായം പറഞ്ഞു തരാനും ലൈഫ് നന്നായി മുമ്പോട്ട് കൊണ്ടുപോകാൻ നിങ്ങളെ സഹായിക്കാൻ വേണ്ടിയിട്ട് ഒരാൾ ചില പ്രേക്ഷകർക്ക് ഏപ്രിലിൽ നിങ്ങൾ കണ്ടുമുട്ടും. ഓക്കെ, കിങ് ഓഫ് വാൻസ്. ഈ അഭിപ്രായം, ദാറ്റ് ഈസ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം നിങ്ങളാണ് ഈ അഭിപ്രായം എടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളെല്ലാം ആലോചിച്ച് റെഡി ആയെങ്കിൽ മെയ് മാസത്തിൽ അത് പ്രവർത്തനത്തിൽ കൊണ്ടുവരികയാണ്. സ്കിൽസ് പഠിക്കാനുള്ള അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ളവർ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുകയും ഏറെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ പഠിക്കുകയും ചെയ്യും. അതുപോലെ തന്നെ മറ്റൊരാൾ, ദാറ്റ് ഈസ് എംപററുടെ സ്ഥാനത്ത് നിൽക്കുന്ന ഒരാൾ വന്ന് നിങ്ങൾക്ക് നല്ലൊരു ഡിസിഷൻ പറഞ്ഞു തരുകയും അല്ലെങ്കിൽ നല്ലൊരു വഴി പറഞ്ഞു തരുമ്പോൾ ആ വഴി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്ത് അതിൽ പ്രവർത്തിക്കുകയാണ് മെയ് മാസത്തിൽ. ഓക്കെ ഗൈസ്, ജൂണിൽ ഒരു കൺഫ്യൂഷനാണ്. ഓക്കെ, സോ കൺഫ്യൂഷൻ, ഈവൻ ദോ നിങ്ങൾ സ്റ്റെപ്പ് എടുക്കുന്നുണ്ട്, നിങ്ങൾ മുന്നേറുകയാണ്, ഈ കൺഫ്യൂഷൻ എനിക്കിവിടെ തോന്നുന്നത് ഇമോഷണൽ കൺഫ്യൂഷനാണ്. ഓക്കെ, സോ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ല, എന്ത് ഡിസിഷനാണ് നിങ്ങൾ എടുക്കേണ്ടത്. സോ ഒരു മെൻ്റൽ കോൺഫ്ലിക്റ്റ് നിങ്ങൾക്ക് ആ സമയത്ത് ഉണ്ടാകാൻ ചാൻസസ് ഉണ്ട്. ഓക്കെ, സോ ജൂണിൽ ശ്രദ്ധിക്കുക. ആസ് വെൽ മൂൺ സൈക്കിൾസുമായിട്ട് വർക്ക് ചെയ്യുന്നവർ, അവർ വർക്ക് ചെയ്യുക എന്നാണ് ഇതിനകത്ത് നിർദ്ദേശം വരുന്നത്. ഓൾറൈറ്റ്, ജൂലൈ, പേജ് ഓഫ് കപ്സ്. ഓക്കെ, ഈവൻ ദോ നിങ്ങൾക്ക് ഇമോഷണൽ ഒരു കൺഫ്യൂഷൻ, ഇമോഷണൽ സ്ട്രെസ്, കോൺഫ്ലിക്റ്റ് നിങ്ങൾക്കുണ്ട് ജൂണിൽ, ജൂലൈ ആകുമ്പോഴത്തേക്കിന് നിങ്ങൾക്കൊരു നല്ലൊരു ന്യൂസ്, ഓക്കെ, അത് കൂടുതലും ഇമോഷണലാണ്. സോ ഇമോഷണൽ മീൻസ് ഫ്രണ്ട്ഷിപ്പ്, റിലേഷൻഷിപ്പ്, ഓക്കെ, മാരേജ്, അതിനെക്കുറിച്ചുള്ള, ആൻഡ് ഈവൻ ഹെൽത്ത് ഈസ് ഓൾസോ ഇമോഷണൽ. ഓക്കെ, സോ നിങ്ങളുടെ ഇമോഷൻസ് ഫുൾഫിൽ ചെയ്യുന്ന ഒരു നല്ലൊരു ന്യൂസ് നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ട്. ആൻഡ് അത് വളരെ യങ് ആയിട്ടുള്ള, സോ മിക്കവാറും കുഞ്ഞുങ്ങളൊക്കെ ഉള്ളവരാണെങ്കിൽ കുഞ്ഞുങ്ങൾ ത്രൂ വരുന്ന ഒരു ന്യൂസ് ആയിരിക്കും. ഐ തിങ്ക് ചിലർക്കൊക്കെ കൺസീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ജൂലൈയിൽ പ്രതീക്ഷിക്കാം, ന്യൂസ് പ്രതീക്ഷിക്കാം. ഓക്കെ, ഒരു ഹാപ്പി ന്യൂസാണ് എന്തായാലും ജൂലൈയിൽ. ഓക്കെ, നൗ ഓഗസ്റ്റ്, പേജ് ഓഫ് വാൻസ്. പേജ് ഓഫ് വാൻസ് വെച്ച് പുതിയൊരു ബിഗിനിങ്. സോ മൈറ്റ് ബി
ബിക്കോസ് ഇതൊരു ചാനലായ മെസ്സേജാണ്. കൺസീവ് ആകാഞ്ഞ് ഏറെ നാൾ കൊണ്ട് കൺസീവ് ആകാഞ്ഞും ജൂലൈയിൽ ആ ഒരു നല്ല ന്യൂസ് നിങ്ങൾക്ക് ലഭിക്കുമ്പോൾ അത് നിങ്ങളുടെ ലൈഫിൽ പുതിയ തുടക്കമാണ്. അത് ചില പ്രേക്ഷകർക്കാണ് ഈ പറഞ്ഞത്. മറ്റ് പ്രേക്ഷകർക്ക് ജൂലൈയിൽ നല്ലൊരു ഇമോഷണൽ ഫുൾഫിൽമെൻ്റ് ഉണ്ട്, നല്ലൊരു ന്യൂസ് കിട്ടുന്നുണ്ട്. അത് വളരെ യങ് ആയിട്ടുള്ള ആൾക്കാർ. ന്യൂസ് എന്ന് പറയുമ്പോൾ അത് പൊതുവേ ഒരു ന്യൂസ് ആവണം എന്നില്ല. ഒരു യങ് ആയിട്ട് ഒരാൾ നിങ്ങളുടെ വീട്ടിൽ ആസ് എ ഗസ്റ്റ് വന്നു, ഇത്തിരി നേരം നിങ്ങൾ സംസാരിച്ച് നല്ല സന്തോഷത്തിൽ ടൈം സ്പെൻഡ് ചെയ്തു, അതും ഒരു ഇമോഷണൽ ഫുൾഫിൽമെൻ്റ് ആണ്. ഓക്കെ, സോ ഓഗസ്റ്റിൽ ഒരു പുതിയ തുടക്കം. ഓക്കെ, അത് മിക്കവാറും ആ ആളുമായിട്ടുള്ള ഒരു പുതിയ തുടക്കമാവാം. പുതിയ തുടക്കം എന്ന് പറയുന്നത് ഫ്രണ്ട്ഷിപ്പ്, ബിഗിനിങ് ഓഫ് എ ഫ്രണ്ട്ഷിപ്പ് ആകാം. ഫ്രണ്ട്ഷിപ്പ് ആസ് ഫ്രണ്ട്സ്, സിംഗിൾസ് ആണെങ്കിൽ ലവേഴ്സ്, മാരീഡ് ആണെങ്കിൽ പുതിയ ഒരാൾ, അത് നിങ്ങളുടെ ബ്രദർ ആകാം ഓർ ബ്രദർ ഇൻ ലോ ആകാം, അങ്ങനെ. ഓക്കെ, സോ ഒരു പുതിയ തുടക്കം എന്തായാലും ഉണ്ട്. ആൻഡ് ഈ ഒരു തുടക്കം നിങ്ങളുടെ ലൈഫിൽ അതൊരു പ്രോമിസിങ് ആണ്. പ്രോമിസിങ് എന്ന് വെച്ചാൽ അത് ലോങ് ടേം ആണ്. ഓക്കെ, ഈവൻ ദോ ഇത് പേജാണ്, പേജ് ഓഫ് വൺസ് ആണ്. പേജസ് എന്ന് വെച്ചാൽ യങ് എനർജിയാണ്. പക്ഷേ ഈ ഒരു ഓപ്പർച്യൂണിറ്റി, ഈ ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ ലൈഫിൽ വരുന്നത് ലോങ് ടേം ആണ്. സെപ്റ്റംബർ, ദ ഡെവിൾ. സെപ്റ്റംബറിൽ ദേഷ്യം കുറയ്ക്കാൻ നോക്കൂ. നിങ്ങൾ വളരെ ഹാപ്പിയാണ്. പിന്നെ എവിടെയാണ് ദേഷ്യം വരുന്നത്? സംഹാവ് സ്ട്രെസ് കോപ്പപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ദേഷ്യം കുറയ്ക്കൂ. അതുപോലെ തന്നെ ഫിസിക്കൽ അട്രാക്ഷൻ, ഓക്കെ, അത് ഒരു കാരണമാകാം ദേഷ്യത്തിൻ്റെ. ഫിസിക്കൽ അട്രാക്ഷൻ ഏതെങ്കിലും ഒരാളുമായിട്ട് നിങ്ങൾക്ക് കൂടുതൽ തോന്നാം. ഓരേഴ്സ് മാരീഡ് ആണെങ്കിൽ മാരീഡ് കപ്പിൾസ് തമ്മിൽ ഫിസിക്കൽ അട്രാക്ഷൻ ഏറെയാകാം. അതും ഇംബാലൻസ് കൊണ്ടുവരാൻ ചാൻസ് ഉണ്ട്. സോ എന്തൊരു കാര്യം ലൈഫിൽ, അത് നമ്മൾ ആഹാരം കഴിച്ചാലായാലും ഷോപ്പിംഗ് ചെയ്യുന്നതായാലും എപ്പോഴും ഒരു ലിമിറ്റ്, ഒരു ബാലൻസ് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെയാണ് ഫിസിക്കൽ അട്രാക്ഷൻ ഓർ ഈവൻ ട്രാവലിംഗ്. ഓക്കെ, അതും ഒരു അഡിക്ഷനാണ്. ദാറ്റ് ഈസ് ഒരു ട്രാവലിന് പോയി എന്നിട്ട് എപ്പോഴും ട്രാവലിംഗ് പോകണം എന്നുള്ള ആഗ്രഹം. ഓക്കെ, സോ അത് നിയന്ത്രിക്കുക. ബിക്കോസ് അതൊരു അഡിക്ഷനായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കണം. ഏറെ ഹാപ്പി ആയതുകൊണ്ട് തന്നെ ഏറെ പാർട്ടീസ് ത്രൂ അപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്, അല്ലെങ്കിൽ പാർട്ടീസിൽ പങ്കെടുക്കാൻ സാധ്യതയുണ്ട്. ഏറെ ഫ്രണ്ട്സുമായിട്ട് സംസാരിക്കാൻ സാധ്യതയുണ്ട്. ഫ്രണ്ട്സുമായിട്ട് സെലിബ്രേറ്റ് ചെയ്യാൻ സാധ്യത കൂടുതലുണ്ട്. അന്നേരം ശ്രദ്ധിക്കുക. കാരണം ഇപ്പോഴും നമ്മുടെ നാട്ടിൽ പാൻഡമിക് ഇപ്പോഴും ഉണ്ട്. നാട്ടിൽ മാത്രമല്ല, വേൾഡിലും പാൻഡമിക് ഇപ്പോഴും ഉണ്ട്. അപ്പോൾ അത് ചിലപ്പം ഹെൽത്തിന് നല്ലതല്ലായിരിക്കും. ഓക്കെ, ഐ ഡോണ്ട് നോ, ഏതോ ഒരു പ്രേക്ഷകർക്ക് വേണ്ടിയായിരിക്കും. ദേഷ്യം വളരെ നന്നായിട്ട് വരുന്നുണ്ട്. ദേഷ്യം കുറയ്ക്കുക. കൈ എടുക്കരുത്. ഓക്കെ, ആരെയും അടിക്കാൻ കൈ എടുക്കരുത്. ഇത് സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ടുള്ള ഒരു മെസ്സേജാണ്. ഓക്കെ, ഇതാർക്ക് അപ്ലൈ ആവുന്ന അവർ ശ്രദ്ധിക്കുക. ഓൾറൈറ്റ്, ഒക്ടോബർ. ഓ ഗോഡ്, ഒക്ടോബർ ഇസ് 10 of Swords. ഈ ഒരു ദേഷ്യം ഇനിയിപ്പോൾ ഈ ദേഷ്യമുള്ള ഒരു പ്രേക്ഷകരുടെ കാര്യം പറഞ്ഞോട്ടെ. ദേഷ്യം ഏറെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ന്യൂസ്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിൽ സംഭവിക്കുന്ന നിങ്ങൾക്ക് വളരെയധികം വിഷമം നിറഞ്ഞ കാര്യമായിരിക്കും. ഓക്കെ, ഈ കൈയെടുക്കലെന്ന് ഞാൻ പറഞ്ഞത്, അടി കൂടലെന്ന് പറയുന്നത് മിക്കവാറും 2 ഫ്രണ്ട്സ് തമ്മിലുള്ളതാണ് കൂടുതൽ. ഫ്രണ്ട്സ്, ലവേഴ്സ്, സിംഗിൾസ്, യുവർ ഫ്രണ്ട്സ്, മാരീഡ് കപ്പിൾസ്, നിങ്ങളും ഫ്രണ്ട്സാണ്, റൈറ്റ്? നിങ്ങളുടെയും റിലേഷൻഷിപ്പിൽ ഒരു ബേസിക് കൺസേൺ ഫ്രണ്ട്ഷിപ്പാണ്. പക്ഷേ ഇവിടെ ഫ്രണ്ട്സ് മാത്രമേ പറയുന്നുള്ളൂ. സോ എനിക്ക് കൂടുതൽ പറയാൻ പറ്റുന്നില്ല ഏത് ഫ്രണ്ട്സ്. ബട്ട് ഫ്രണ്ട്സ് തമ്മിലുള്ള ഒരു വഴക്കാണ് ഇവിടെ കാണിക്കുന്നത്. ഈ ഒരു വഴക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് വിഷമങ്ങളും, ദാറ്റ് ഈസ് ആ ഒരു മന്ത് കഴിയുമ്പോൾ, സെപ്റ്റംബർ മന്ത് കഴിയുമ്പോൾ ഒക്ടോബറിലേക്ക് വരുമ്പോഴത്തേക്കിനും ഭയങ്കരമായിട്ട് വിഷമത്തിനൊരു കാരണം ആകാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ആൻഡ്
കോയിൻസിഡൻസ്. ഇത് 10th മന്തിലെ കാർഡാണ് ഒക്ടോബർ ആൻഡ് കാർഡും 10th ആണ്. ഓക്കെ, സോ ദാറ്റ് മീൻസ് ഒരു മേജർ കംപ്ലീഷൻ ആവുന്നുണ്ട്. സോ ചിലവരിവിടെ ഈ ഒരു വിഷമം ഉണ്ടാകുന്നത് അവരുടെ ലൈഫിൽ നിന്ന് ആ പറയുന്ന ആള് എന്നേക്കുമായി മാറിപ്പോകും. ഓക്കെ, ദേഷ്യമല്ലാത്ത അഡിക്ഷൻസ് ഉള്ളവർ, അഡിക്ഷൻസ് ഉള്ളവർക്ക് ബോഡി ചേഞ്ചസ് വളരെ രൂക്ഷമായിട്ടായിരിക്കും വരുന്നത്. അത് ഹെൽത്ത് കൺസേൺ ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, സോ ദേഷ്യമല്ല, അഡിക്ഷനാണ് നിങ്ങളുടെ ലൈഫിലുള്ള എന്നുണ്ടെങ്കിൽ ആ അഡിക്ഷൻസ് കാരണം നിങ്ങൾക്ക് ഏറെ പെയിൻ, മിക്കവാറും ബാക്ക് റിലേറ്റഡ് പ്രോബ്ലംസ് ആയിരിക്കും ഏറ്റവും കൂടുതൽ സഹിക്കേണ്ടി വരുന്നത്. ഓക്കെ, ആൻഡ് ചില ആൾക്കാർക്ക് ബാക്ക് സർജറി ഉണ്ട് ഇൻ ദ മന്ത് ഓഫ് ഒക്ടോബർ. ഓക്കെ, ശ്രദ്ധിക്കുക ഗൈസ്, ഹെൽത്ത് കൺസേൺ ഉള്ളവരെല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. ഓക്കെ, നവംബർ. ഈ ഒരു കാർഡ് ഞാൻ റീഡിങ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഷഫിൾ ചെയ്തപ്പോൾ വന്ന ഒരു കാർഡായിരുന്നു. 4 of Pentacles. ഹോൾഡ് ഓൺ ചെയ്യരുത്. ഇപ്പോൾ എന്ത് സംഭവിച്ചോട്ടെ, ഇനി ഈ ഒരു ഒക്ടോബർ മന്തിൽ എന്താണോ സംഭവിക്കുന്നത് അതങ്ങനെ സംഭവിച്ചു, അതെന്തിനു സംഭവിച്ചു, അങ്ങനെ സംഭവിക്കാൻ പാടില്ലായിരുന്നു, അങ്ങനെയൊന്നും നിങ്ങൾ മനസ്സിൽ ആ ഒരു ഗ്രഡ്ജസ് വെച്ചേക്കരുത്. 2, പണസമ്പാദ്യം സൂക്ഷിക്കുക. ഓക്കെ, സേവിങ്സ് ഉണ്ടോ അതൊക്കെ സൂക്ഷിക്കുക, ഇൻവെസ്റ്റ്മെൻറ്റ്സ് ഉണ്ടോ അത് സൂക്ഷിക്കുക, ട്രാക്ക് ഡൗൺ ചെയ്ത് വെക്കുക. എവിടെ എത്ര ഇൻവെസ്റ്റ്മെൻറ്റ്സ് ചെയ്തിട്ടുണ്ട് അതൊക്കെ നിങ്ങൾക്ക് ഓർമ്മയിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ആൻഡ് ചില ആൾക്കാർക്ക് പണത്തിൽ ഒത്തിരി ടെൻഷനുണ്ട്. ഓക്കെ, നമ്മൾ എത്ര ടെൻഷൻ എടുക്കുന്നു അത്രയും പണം നമ്മുടെ നിന്ന് ദൂരെ പോകുകയാണ്. അതുകൊണ്ട് ടെൻഷൻ കുറയ്ക്കാൻ നോക്കുക. 4 of Pentacles. All right, now the last card, ബാലൻസ് മെയിൻറ്റെയിൻ ചെയ്ത് വെക്കൂ എന്നാണ് പറയുന്നത് ഡിസംബറിൽ. ഓക്കെ, സോ ഈ ഒരു ലാസ്റ്റ് 3, ദാറ്റ് ഇസ് സെപ്റ്റംബർ, ഒക്ടോബർ, നവംബർ, ഒരിത്തിരി മനപ്രയാസം വരുന്നുണ്ട്. ഓക്കെ, അതുകൊണ്ടായിരിക്കും കാർണേലിയൻ സ്റ്റോണുമായിട്ട്, ദാറ്റ് ഇസ് കാർണേലിയൻ ക്രിസ്റ്റലുമായിട്ട് വർക്ക് ചെയ്യാൻ പറഞ്ഞത്. ഓക്കെ, ആൻഡ് അതുകൊണ്ടാണ് മാസ്റ്റർ മെർലിൻ്റെ മെസ്സേജ്, ദാറ്റ് മീൻസ് മാസ്റ്റർ മെർലിൻ ലവ് യു എന്നുള്ള ഒരു മെസ്സേജ് വന്നത്. ഓക്കെ ഗൈസ്, സോ ദാറ്റ് മീൻസ് യു ആർ ടേക്കൺ കെയർ ഓഫ്. നിങ്ങളുടെ ഒപ്പം ഡിവൈൻ എനർജീസ് ഉണ്ട്. ഡിസംബർ കാർഡ് എന്താണ് വന്നത്? ഒരു ഏഞ്ചൽ കാർഡ് തന്നെയാണ് വന്നത്. ഓക്കെ, സോ ബാലൻസ് കണ്ടെത്തൂ, നിങ്ങളുടെ ലൈഫിൽ ബാലൻസ് കണ്ടെത്തൂ. ഏറെ വെള്ളം കുടിക്കൂ, സൂര്യപ്രകാശം കൊള്ളുന്നത് വളരെ നല്ലതായിരിക്കും. ഓക്കെ, ആൻഡ് മെഡിറ്റേഷൻ, നല്ലപോലെ മെഡിറ്റേഷൻ ചെയ്യൂ. നിങ്ങൾ ദൈവങ്ങളുമായിട്ട് കണക്ട് ചെയ്യെങ്കിൽ ദൈവങ്ങളുമായിട്ട് കണക്ട് ചെയ്യൂ. ആർക്കേഞ്ചൽസ്, ഏഞ്ചൽസ്, ആരെയാണോ വിശ്വാസം അവരോട് കണക്ട് ചെയ്യൂ. ഓക്കെ, അതാണ് നിങ്ങളുടെ ഡിസംബർ മന്ത്. ഓൾ റൈറ്റ് ഗൈസ്, നൗ നമുക്ക് നോക്കാം എന്താണ് ബ്ലെസ്സിങ്സ് എന്താണ്. ബ്ലെസ്സിങ്സ് ഫോർ ഗ്രൂപ്പ് 3. For group 3, trust the niggle. Okay, so first blessing ആണ് trust the niggle. എന്താണോ നിങ്ങളുടെ മനസ്സിൽ വരുന്നത്, നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ വളരെ സ്ട്രോങ് ആണ്. നിങ്ങൾ എന്താണോ വിചാരിക്കുന്നത് അത് നിങ്ങൾ ചെയ്യൂ. നിങ്ങൾക്ക് മാസ്റ്റർ മെർലിൻ്റെ ഒരു മെസ്സേജും ഉണ്ടായിരുന്നു, ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. അതെ, ജസ്റ്റ് ഗോ ഫോർ ഇറ്റ്. ആ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നല്ലോ. സോ ദാറ്റ് മീൻസ് എന്താണോ നിങ്ങളുടെ മനസ്സിൽ വരുന്നത് അത് ചെയ്യൂ. Okay, let's see any other message, any other blessing for group 3, any other blessing for group 3. Soul family ആണ് guys. I think ചില പ്രേക്ഷകർ that is group 2 സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഗ്രൂപ്പ് 3യിലേക്ക് വന്നതാണ്. ബിക്കോസ് അവിടെയും സെയിം 2 ബ്ലെസ്സിങ്സ് ആണ് വന്നത്. സോ നിങ്ങൾ നിങ്ങളുടെ സോൾ ഫാമിലിയുമായിട്ട് കണക്ട് ചെയ്യാൻ പോകുകയാണ്. ഓക്കെ, വാവ്, ബ്യൂട്ടിഫുൾ. ഓൾറൈറ്റ്, ഇനി നമുക്ക് നോക്കാം എന്താണ് ചാലഞ്ച് ഫോർ ഗ്രൂപ്പ് 3. Challenge for group 3.
ഓക്കെ, ദ വെയിറ്റിംഗ് ഗെയിം. വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ് നിങ്ങളുടെ ചാലഞ്ച്. ദാറ്റ് മീൻസ് എന്തെങ്കിലും ഒരു കാര്യത്തിന് എഫേർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് കിട്ടുന്നില്ല. ഓക്കെ, അതിങ്ങനെ വെയിറ്റ് ചെയ്യാണ്. പേഷ്യൻസ്. ഓക്കെ, ആ പേഷ്യൻസ് വെക്കുന്നതാണ് നിങ്ങളുടെ ചാലഞ്ച് ഗൈസ്. സോ പറയുന്നത് പേഷ്യൻസ് ഡെവലപ്പ് ചെയ്യൂ. ഓക്കെ, ആൻഡ് ദ നെക്സ്റ്റ് വൺ ഇസ് സോലാർ പ്ലെക്സസ് ചക്ര. സോ ഗൈസ്, ഈ ഗ്രൂപ്പിലുള്ളവർ സോലാർ പ്ലെക്സസ് ചക്ര ഹീൽ ചെയ്യൂ, സബ്ലിമൽസ് കേൾക്കൂ. ഓക്കെ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങളുടെ സെൽഫ് വർത്ത് വർദ്ധിക്കാനും സെൽഫ് കോൺഫിഡൻസ് വർദ്ധിക്കാനും ശാരീരിക ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ അത് മാറ്റാനും സോലാർ പ്ലെക്സസ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, ഓൾറൈറ്റ്. നൗ നമുക്ക് നോക്കാം ഈ ചാലഞ്ചസ് ഓവർകം ചെയ്യാൻ, ദാറ്റ് ഇസ് എ വെയിറ്റിംഗ് ഗെയിം എന്നുള്ള ചാലഞ്ച് ഓവർകം ചെയ്യാൻ എന്താണ് ചെയ്യേണ്ടത്? What is the advice? How to overcome the challenge? A time to give rather than take. Okay. ഈ പിക്ക് നന്നായിട്ടൊന്ന് ശ്രദ്ധിക്കൂ ഗൈസ്. ഇത് നിങ്ങളാണ് പറയുന്നത്. എന്താണ്? നിങ്ങളിൽ നിന്ന് നിങ്ങളുടെ എനർജി ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യാതെ ഇനിയും എനർജി തിരികെ നിങ്ങൾക്ക് തന്നെ കൊടുക്കൂ എന്നാണ് പറയുന്നത്. എ ടൈം ടു ഗിവ് റാദർ ദാൻ ടേക്ക്. നിങ്ങൾ ഏറെ ഹാർഡ് വർക്ക് പുട്ട് ഓൺ ചെയ്യുന്നു. സി, ദ 1st January തന്നെ നിങ്ങൾ ഏറെ ഹാർഡ് വർക്കാണ് ചെയ്യുന്നത്, റൈറ്റ്? സോ എന്തോരം ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്യുന്നു. നിങ്ങൾ നിങ്ങളുടെ ബോഡിയാണ് യൂട്ടിലൈസ് ചെയ്യുന്നത്. ബോഡിയുടെ എനർജി, ബോഡിയുടെ വൈബ്രേഷൻ, നിങ്ങളുടെ ഓറ ഡിപ്ലീറ്റ് ആകുന്നു. സോ ഇനിയും നിങ്ങൾ നിങ്ങളുടെ ബോഡിക്ക് ഒരു ഇത്തിരി റെസ്റ്റും ബോഡിക്ക് വേണ്ട നറിഷ്മെൻറ്റ് കൊടുക്കുക. അത് മെഡിറ്റേഷൻ ത്രൂ ആകാം, റെസ്റ്റ് ആകാം, സ്ലീപ്പ് ആകാം, നല്ല ഹെൽത്തി ഫുഡ് ആകാം. ഓക്കെ, സോ നിങ്ങൾ നിങ്ങളെ തന്നെ സംരക്ഷിക്കൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അത് ചെയ്യുമ്പോഴത്തേക്കിന് നിങ്ങളുടെ സോലാർ പ്ലെക്സസ് ചക്ര അത് ഹീലാകുകയും ആക്ടിവേറ്റ് ആകുകയും ചെയ്യും. ഓൾറൈറ്റ്, ഓക്കെ. നൗ യൂണിവേഴ്സൽ മെസ്സേജ്. Okay, universal message for group 3. Universal message for group 3. See, to truly flourish is to release all the tension that holds me back from letting love pour through me. ഈ 10 of Swordsൻ്റെ എനർജി പ്ലസ് നിങ്ങളോട് പറയുന്ന നിങ്ങളുടെ എങ്ങനെയാണ് ഓവർകം ചെയ്യേണ്ടത് നിങ്ങളുടെ ലൈഫിലെ ഹാർഡേഴ്സ്, ഇത് രണ്ടും പറയുന്ന കാർഡാണ് ഇത്. ഓക്കെ, നിങ്ങൾക്ക് തന്നെ സെൽഫ് കെയർ കൊടുക്കണമെങ്കിൽ ആദ്യം ടെൻഷൻ എടുത്ത് മാറ്റൂ. ഈ ടെൻഷനാണ് നിങ്ങളുടെ സെൽഫ് കെയറിൽ വരുന്ന ഹിൻഡ്രൻസ്, നിങ്ങളുടെ വിജയത്തിന് വരുന്ന ഹിൻഡ്രൻസ്. എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഹോൾഡ് ഓൺ ചെയ്യേണ്ടി വരുന്നത്? ബിക്കോസ് നിങ്ങൾക്ക് നിങ്ങളുടെ മനസ്സിൽ ടെൻഷൻ ഏറെയുണ്ട്. ഓക്കെ, നിങ്ങൾ ആ ടെൻഷൻ മാറ്റി വെക്കുമ്പോൾ, ഓക്കെ, അത് മാറ്റി തുടങ്ങുമ്പോൾ സ്നേഹമാണ് നിങ്ങളിൽ നിന്ന് ഒഴുകാൻ തുടങ്ങുന്നത്. നിങ്ങൾക്കെല്ലാം കിട്ടും എന്നുള്ള ആ പ്രത്യാശ. സി, സോലാർ പ്ലെക്സസ് ചക്ര ഹീൽ ആകുമ്പോഴത്തേക്കിനും നിങ്ങൾക്ക് ആ സെൽഫ് കോൺഫിഡൻസ്, സെൽഫ് വർത്ത് വന്നു തുടങ്ങും. ഓക്കെ, നിങ്ങൾക്ക് എന്താണോ ഡിസേർവ് ചെയ്യേണ്ടത്, നിങ്ങൾ എന്താണോ ഡിസേർവ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് കിട്ടിത്തുടങ്ങും. അതാണ് ഇവിടെയും പറയുന്നത്. ഓക്കെ ഗൈസ്, സോ വിഷമം, ടെൻഷൻ ഇതിനെ റിലീസ് ചെയ്യുക. ഓക്കെ, സോ ഗൈസ്, ഇതായിരുന്നു നിങ്ങളുടെ 2022 ഫോർകാസ്റ്റ്. ഈ വീഡിയോ നിങ്ങൾക്ക് റെസനേറ്റ് ആയാൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനെ തന്നെ പുതിയ വീഡിയോ വരുന്നുണ്ട്. ടിൽ ദെൻ, ബൈ. ഹലോ ഗ്രൂപ്പ് 4, ഇയർ 2022 ഫോർകാസ്റ്റ് ആണ്. അതിനു മുമ്പ് മാസ്റ്റർ മെർലിൻ ഗ്രൂപ്പ് 4-ന് നൽകിയ മെസ്സേജസ് ആണ് ഇവിടെ പറയാൻ പോകുന്നത്. സോ ഫസ്റ്റ് മെസ്സേജ് വാസ് ഹാപ്പി ഹാപ്പി. സോ ചില പ്രേക്ഷകർ വളരെ ഹാപ്പിയാണ് ആൻഡ് ചില പ്രേക്ഷകരോട് പറയുന്നത് ഹാപ്പി ആയിട്ടിരിക്കൂ എന്നുള്ളതാണ്.
സെക്കൻഡ് മെസ്സേജ് പറഞ്ഞത് തന്നെ ക്ലിയർ മെസ്സേജ്. സോ ദാറ്റ് മീൻസ് നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്യുമ്പോഴോ പ്രാർത്ഥിക്കുമ്പോഴോ ക്ലിയർ ആയിട്ടുള്ള മെസ്സേജസ് ആണ് നിങ്ങൾക്ക് നൽകുന്നത്. ആ മെസ്സേജസ് ഇത്രയും ക്ലിയർ ആണ്, ഇനി അതിനകത്ത് കൂടുതൽ പറയാനില്ല. അപ്പോൾ ആ കിട്ടുന്ന മെസ്സേജ് അതുപോലെ എടുത്ത് പ്രവർത്തിക്കുക. തേർഡ് പറയുന്നത് മെൻറ്റ് ഇറ്റ് വിത്ത് റഫായൽ. റഫായൽ ആരാണ്? ആർക്കേഞ്ചൽ റഫായൽ. ഓക്കെ, സോ ഇമോഷണൽ ഇംബാലൻസ്, ഹേർട്സ് ഇതൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ ആർക്കേഞ്ചൽ റഫായലുമായിട്ട് മെഡിറ്റേഷൻ ചെയ്ത് ആർക്കേഞ്ചൽ റഫായലുമായിട്ട് വർക്ക് ചെയ്ത് നിങ്ങളുടെ ഇമോഷണൽ ഡിസ്ട്രെസ്സിനെയൊക്കെ ബാലൻസ് ആക്കുക എന്നാണ് പറയുന്നത്. ആൻഡ് നെക്സ്റ്റ് പറഞ്ഞത് ലുക്ക് ഫോർ ഇറ്റ്. സോ നിങ്ങൾ എന്താണ് ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ അടുത്ത് തന്നെ ഉണ്ട്, പക്ഷെ നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ല. നിങ്ങളോട് പറയുന്നത് ശ്രദ്ധിക്കാനാണ്. ഓക്കെ, ലുക്ക് ഫോർ ഇറ്റ്. പിന്നെ വന്നത് മണി. ഓക്കെ, സോ മണി, ചില ആൾക്കാർക്ക് പണം അല്ലെങ്കിൽ സാമ്പത്തികം ഇതൊക്കെ ടെൻഷനുള്ള കാര്യങ്ങളായിരിക്കാം, അല്ലെങ്കിൽ അതിനെപ്പറ്റി ഏറെ കൂടുതൽ ചിന്തിക്കുന്നവരായിരിക്കാം. ആൻഡ് എക്സോഷൻ, ഇത് ഗ്രൂപ്പ് 1-ലും വന്നിരുന്നു. എക്സോഷൻ ദാറ്റ് മീൻസ് ഒത്തിരി ടയേർഡാണ് നിങ്ങൾ, ചില പ്രേക്ഷകർ. ഓക്കെ, സോ ഇതായിരുന്നു മെർലിൻ്റെ മെസ്സേജസ് ഗ്രൂപ്പ് 4-ന് വേണ്ടിയിട്ട്. സോ നൗ വിൽ സ്റ്റാർട്ട് year 2022 forecast. All right, so January month. Okay ഗൈസ്, ജാനുവരി മന്ത് നിങ്ങളൊരു ഡിസിഷൻ എടുക്കുകയാണ്. ഓക്കെ, നിങ്ങൾക്ക് എന്താണ് ചെയ്യേണ്ടത്, എന്ത് ചോയ്സ് ആണ് നിങ്ങൾ എടുക്കേണ്ടത് എന്നുള്ളൊരു ഡിസിഷനാണ്. സോ ദാറ്റ് മീൻസ് അതായിരിക്കും ലുക്ക് ഫോർ ഇറ്റ് എന്ന് വന്ന് പറഞ്ഞത്. ഓക്കെ, മാസ്റ്റർ മെർലിൻ പറഞ്ഞിരുന്നു ലുക്ക് ഫോർ ഇറ്റ്. നിങ്ങൾ എന്ത് ഡിസിഷനാണ് എടുക്കുന്നത്, അതിന് എന്ത് ക്ലാരിറ്റി ആണോ നിങ്ങൾക്ക് വേണ്ടത്, ആ ക്ലാരിറ്റി നിങ്ങളുടെ അടുത്ത് തന്നെയുണ്ട്, നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതിയാവും. ഓക്കെ, അതുപോലെ തന്നെ വെളിയിൽ പോകാൻ ആഗ്രഹിക്കുന്നതും കൂടുതലും ഇൻ്റർനാഷണൽ കണക്റ്റ് ആഗ്രഹിക്കുന്നവർക്ക് അത് സാധ്യമാവും ജനുവരി മാസത്തിൽ. ഷഫിൾ ചെയ്തോട്ടെ. ഫെബ്രുവരി മാസം സെലിബ്രേഷനാണ്. ഈ സെലിബ്രേഷൻ്റെ കാർഡ് ഓൾമോസ്റ്റ് എല്ലാ ഗ്രൂപ്പിലും വന്നു. സെലിബ്രേഷനാണ്. നിങ്ങൾ എന്ത് ഡിസിഷൻ എടുക്കുന്നോ ആ ഡിസിഷനിൽ സംതൃപ്തിയാണ്. ഇനി മാരേജ് റിലേറ്റഡ് ഡിസിഷനാണ് എടുക്കുന്നതെങ്കിൽ അതിലും സംതൃപ്തിയാണ്. എൻഗേജ്മെൻറ്റോ മാരേജോ ഫെബ്രുവരിയിൽ നടക്കും. ഓക്കെ, ഓർ മാരേജ് പ്രപ്പോസൽസിനെ കുറിച്ചാണ് ആലോചിക്കുന്നതെങ്കിലും അത് തന്നെയാണ് ഡിസിഷൻസ് നിങ്ങൾ എടുത്തിരിക്കും. ഹൗസ് റിലേറ്റഡ്, ഹൗസ് വാമിങ്ങോ ഹൗസ് ഷിഫ്റ്റിംഗ് അല്ലെങ്കിൽ പുതിയ ഹൗസ് വാങ്ങിക്കാനുള്ള ഡിസിഷൻ നിങ്ങൾ ജാനുവരിയിൽ എടുക്കുകയാണെങ്കിൽ മോസ്റ്റ് പ്രോബബ്ലി ഒരു പുതിയ വീട് വാങ്ങിക്കുകയോ അല്ലെങ്കിൽ അതിനുള്ള ഒരു തുടക്കം ഫെബ്രുവരി മാസത്തിൽ ചെയ്യൂ. മാർച്ചിൽ ഇമോഷണൽ ആണ് ഏറെയും. ഓക്കെ, ഒരു ഇമോഷണൽ ഫുൾഫിൽമെൻറ്റ് ഉണ്ട് നിങ്ങൾക്ക് മാർച്ചിൽ. ദാറ്റ് മീൻസ് നിങ്ങൾ സംതൃപ്തരായിരിക്കും. എങ്ങനത്തെ വീടാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ എങ്ങനത്തെ റിലേഷൻഷിപ്പാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, എങ്ങനത്തെ പാർട്ട്ണർഷിപ്പാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്, അത് നിങ്ങൾക്ക് ഒരു ഫുൾഫിൽമെൻ്റ് ആണ്. ഓക്കെ, എന്നാൽ ഇൻറ്റ്യൂഷൻ നിന്ന് വർക്ക് ചെയ്യുക, ദാറ്റ് ഈസ് ഇൻറ്റ്യൂഷൻ യൂസ് ചെയ്യുക എന്നുള്ളൊരു ഗൈഡൻസ് ഉണ്ട് മാർച്ചിൽ. ഓക്കെ, ഡിസിഷൻസ് എടുക്കുക. ഓക്കെ, ഇമോഷണൽ ആണെങ്കിലും ചില സമയത്ത് ഡിസിഷൻസ് എടുക്കാൻ ഒത്തിരി ടൈം എടുക്കും. അത് ചെയ്യരുത്. പെട്ടെന്ന് ആലോചിക്കുക, ആലോചിച്ച് വ്യക്തമാക്കുക എന്താണ് വേണ്ടത് ആൻഡ് ഡിസിഷൻ എടുക്കുക. മാർച്ചിൽ ഡിസിഷൻ എടുക്കുക എന്നും കൂടിയുള്ള ഒരു ഇൻഫർമേഷനാണ് ഇവിടെ ഉള്ളത്. ട്രാവലിംഗ് ഉള്ളവർക്ക് എന്തോ മാർച്ചിൽ ഓൾറെഡി ട്രാവലിംഗ് ബുക്ക് ചെയ്തവർക്കോ ഓർ എൽസ് കമ്പനി ത്രൂ എന്തോ ട്രാവലിംഗ് ഉള്ളവർക്ക് പോകാൻ പറ്റില്ല എന്നുള്ളൊരു ഇൻഫർമേഷൻ വരുന്നുണ്ട്. എല്ലാവർക്കും അല്ല. ഓക്കെ, ഏപ്രിൽ 7 of Pentacles. ദാറ്റ് മീൻസ് നിങ്ങൾ ഇതുവരെ ചെയ്ത കാര്യങ്ങളെ പറ്റിയിട്ട് ആലോചിക്കുകയാണ്.
നിങ്ങളിപ്പോൾ എത്ര ഹാർഡ് വർക്ക് ചെയ്തോ അതിനെക്കുറിച്ച് ആലോചിക്കുകയാണ്. ഇവിടെ സെലിബ്രേഷൻ്റെ കാർഡ് വന്നു കഴിഞ്ഞു. ഓക്കെ, ഇമോഷണൽ ഫുൾഫിൽമെൻ്റ് കാർഡ് വന്നു കഴിഞ്ഞു. സോ ഇനി നെക്സ്റ്റ് എന്ത് എന്നുള്ള ഒരു ആലോചനയും കൂടിയുണ്ട് ഏപ്രിൽ മാസത്ത്. ഓൾറൈറ്റ്, ആൻഡ് നിങ്ങൾ എന്താണോ ആലോചിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് സംതൃപ്തിയുണ്ട്. ദാറ്റ് മീൻസ് ഇതുവരെ നിങ്ങൾ പരിശ്രമിച്ച ആ കാര്യത്തിന് നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് കിട്ടി എന്ന് നേരത്തെ നടന്ന കാര്യങ്ങളും ആലോചിച്ച് നിങ്ങൾക്കൊരു സമാധാനവും സന്തോഷവും ഏപ്രിൽ മാസത്തിലുണ്ട്. നൗ ഗൈസ്, നിങ്ങളുടെ ദാറ്റ് ഈസ് നിങ്ങളെ ഈ ഒരു ഗ്രൂപ്പിന് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ഷഫിൾ ചെയ്തപ്പോൾ വന്നൊരു കാർഡായിരുന്നു. ആൻഡ് അത് ഞാൻ തിരിച്ചെടുത്ത് വെച്ചതാണ്. ദാറ്റ് മീൻസ് എടുക്കുമ്പോൾ ദാറ്റ് ഈസ് ഗ്രൂപ്പിന് വേണ്ടിയിട്ട് റീഡ് ചെയ്യുമ്പോൾ വരേണ്ട കാർഡാണെങ്കിൽ വരും എന്നുള്ള രീതിയിൽ. ഈ ഒരു കാർഡ് എന്ന് പറയുന്നത് ഹാർഷ് ട്രൂത്ത്, ദാറ്റ് ഈസ് സത്യമായിട്ടുള്ള ഒരു ട്രൂത്ത് നിങ്ങളുടെ മുമ്പിൽ വരികയാണ്. ചില പ്രേക്ഷകർക്ക് ഓൺലൈൻ വഴിയുള്ള പുതിയ പുതിയ വഴികൾ, ഓക്കെ, പണമുണ്ടാക്കുന്ന വഴികൾ വന്നു ചേരുകയാണ്. അപ്പോഴും പറയുന്നത് നന്നായി ആലോചിച്ചിട്ട് മാത്രമേ ഡിസിഷൻസ് എടുക്കാവൂ. എൻതൂസിയാസ്റ്റിക് എന്ന് വെച്ചാൽ നല്ല ഊർജത്തോടെ ജോലി ചെയ്യാൻ. നിങ്ങൾക്കിപ്പോൾ ഒരു കാര്യം ചെയ്യണം, അത് നല്ല ഊർജത്തോടെ ചെയ്യാൻ എന്നാണ് പറയുന്നത്. ചില പ്രേക്ഷകർക്ക് ഇതൊരു ഡിറ്റക്റ്റീവ് കാർഡും കൂടിയാണ്. ഡിറ്റക്റ്റീവ് എന്ന് വെച്ചാൽ ആരോ നിങ്ങളെ പറ്റി കൂടുതൽ അറിയാൻ വേണ്ടി നെറ്റുകൾ സെർച്ച് ചെയ്യുക, അല്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ചോദിക്കുക. ഓക്കെ, നിങ്ങളെ പറ്റി അറിയാനുള്ള ആഗ്രഹം ആർക്കും ഉണ്ട്. അത് ഏത് രീതിയിൽ എന്ന് പറയാൻ പറ്റുന്നില്ല. പക്ഷെ സ്പൈ എന്ന് പറയുന്ന ഒരു സംഭവം, ഒളിഞ്ഞിരുന്ന് അറിയാൻ ശ്രമിക്കുക എന്നുള്ള ഒരു എനർജി. ജൂണിൽ 3 ഓഫ് കപ്സ് ആണ്. സോ മൈറ്റ് ബി ഇത് നിങ്ങളുടെ പഴയകാല ഫ്രണ്ട് ആയിരിക്കാം. ഇപ്പം നിങ്ങൾ എങ്ങനെ ചെയ്യുന്നു, ലൈഫിൽ എന്താണ് ചെയ്യുന്നത്, എന്ത് കരിയറാണ്, എത്ര സമ്പാദിക്കുന്നു എന്നൊക്കെ ചിലപ്പം ഒരു ഫ്രണ്ട് അറിയാൻ ആഗ്രഹിക്കുന്നതാകാം. ആൻഡ് ഈ ഫ്രണ്ടുമായിട്ട് കണ്ടുമുട്ടലാകാം ജൂൺ. ഓക്കെ, സോ ജൂലൈ ഞാൻ പറഞ്ഞു. സോ മൈറ്റ് ബി ജൂലൈ ആയിരിക്കാം. ഓക്കെ, ഒരു കണ്ടുമുട്ടലാകാം, ഒരു സെലിബ്രേഷൻ ആകാം, പാർട്ടി ആകാം. ബർത്ത്ഡേ പാർട്ടി വരുന്നുണ്ട്. ഓക്കെ, സോ ബർത്ത്ഡേ പാർട്ടി ആകാം. കുഞ്ഞുങ്ങളുടെ ബർത്ത്, ഓക്കെ, അങ്ങനെയും നടക്കാൻ ചാൻസ് ഉണ്ട് ജൂണിൽ. ഓൾറൈറ്റ് ഗൈസ്, സോ ഇത് ഇങ്ങനത്തെയൊക്കെ സെലിബ്രേഷൻസിൽ നിങ്ങൾ പണ്ട് കണ്ടിരുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിനെ കണ്ടുമുട്ടുന്ന ഒരു മന്തുമാണ് ജൂൺ. ഓക്കെ, now July. July is judgment. ജഡ്ജ്മെൻ്റ് എന്ന കാർഡ് എപ്പോഴാണ് വരുന്നത്? നിങ്ങൾക്ക് ശരിയല്ലാത്ത കാര്യങ്ങൾ നടന്നിട്ടുണ്ടെങ്കിൽ അതിനൊരു ജഡ്ജ്മെൻറ്റ് അല്ലെങ്കിൽ അതിനൊരു ജസ്റ്റിസ്. ഓക്കെ, സോ എന്തെങ്കിലും നിങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനുള്ള ഒരു നല്ല പ്രതിഫലവും, നിങ്ങൾക്കെതിരെ നിങ്ങൾ ഡിസേർവ് ചെയ്യാത്ത കാര്യമാണ് നടന്നിരിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് ഡിസേർവ് ആകുന്ന ഒരു കാര്യം നിങ്ങൾക്ക് ലഭിക്കുകയും ചെയ്യും. ഓക്കെ, ചിലപ്പോൾ അത് ഫ്രണ്ട്സ് വഴിയുമാകാം, സെലിബ്രേഷൻ വഴിയുമാകാം. ഓക്കെ, ഓൺലൈൻ സെലിബ്രേഷൻസും ഈയിടെയായിട്ട് പ്രാബല്യത്തിലുണ്ട്. ഓൾറൈറ്റ്, സോ എങ്ങനെയോ നിങ്ങളുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടിയിരുന്ന ഒരു ജോലിയാവാം, ഒരു പ്രൊമോഷൻ ആകാം. ഓക്കെ, അത് മാറിപ്പോയത്, അത് തിരിച്ചു വരുന്നതും ആകാം ജൂലൈ മന്ത്. ഓക്കെ, ഓഗസ്റ്റ് ഇസ് ഹൈറോഫന്റ്. സോ റിലീജിയസ് ആക്ടിവിറ്റീസ് ഏറെ ചെയ്യും ആൻഡ് റിലീജിയസ് ബുക്സ് വായിക്കാൻ. ഓക്കെ, ഓഗസ്റ്റിൽ റിലീജിയസ് ബുക്സ് വായിക്കാൻ ഏറെ താല്പര്യം ഉണ്ടാവും. അതുപോലെ തന്നെ പുതിയ സയൻസ് ലൈക്ക് ഒക്കൽ സയൻസ് ആയി, ഹീലിംഗ് സയൻസസ്,
ഇതൊക്കെ പഠിക്കാൻ എൻറോൾ ചെയ്യുകയും ചെയ്യും. ടാരോ പഠിക്കാൻ ചിലർ ഓഗസ്റ്റ് മന്തിൽ ഏതെങ്കിലും ടീച്ചറെ അപ്രോച്ച് ചെയ്യുകയും പഠിക്കാൻ തുടങ്ങുകയും ചെയ്യും. വൈറ്റ് കളറുമായിട്ട് ഏറെ നിങ്ങൾ വർക്ക് ചെയ്യും. അത് കാണുന്നുണ്ട് ഓഗസ്റ്റ് മന്തിൽ. ഓൾറൈറ്റ്. Great. September month, I think second pile almost ഇങ്ങനത്തെ കാർഡ്സ് ഓൾമോസ്റ്റ് അല്ല, ഹയറോഫന്റ് ആൻഡ് വീൽ ഓഫ് ഫോർച്യൂൺ. സോ വീൽ ഓഫ് ഫോർച്യൂൺ ആണ് ഗൈസ്. ആൻഡ് വിത്ത് ദ സ്പിരിച്വൽ കാർഡ് ഐ ബിലീവ് നിങ്ങൾക്ക് ലക്ക് ഏറെയുണ്ട്. ഓക്കെ, ലക്ക് ഏറെയുണ്ട്. ബട്ട് ലക്ക് നിലനിൽക്കുന്നത് എങ്ങനെയാണ്? ശരിയായ കാര്യം ചെയ്യുമ്പോൾ. ഓക്കെ, ശരിയായ കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്കൊപ്പം ലക്ക് ഉണ്ട്. ആ ലക്ക് വരുമ്പോൾ ലക്കിൻ്റെ കൂടെയുണ്ട്. അതുകൊണ്ട് മറ്റ് ആൾക്കാരോട് നമുക്ക് അന്യായത്തിൽ പെരുമാറാം എന്നുള്ള ഒരു കൺസെപ്റ്റ് വരരുത്. ഇത് ചാനലായുള്ള മെസ്സേജാണ്. സോ ആർക്കും സ്പെസിഫിക് ആണ്. ദേഷ്യം കൊണ്ടോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാരണം കൊണ്ടോ ആ ഒരു കാര്യം കൊണ്ടുവരരുത്. ഓക്കെ, നിങ്ങൾക്ക് ലക്കുണ്ട്, നിങ്ങളുടെ നല്ല കർമ്മം. പക്ഷെ ആ നല്ല കർമ്മത്തിനെ അതുപോലെ തന്നെ സേഫാക്കി വെക്കൂ എന്നതാണ്. അതുപോലെ തന്നെ ലോട്ടറി ഒക്കെ എടുക്കുന്നവരാണെങ്കിൽ സെപ്റ്റംബർ മന്ത്. സോ മൈറ്റ് ബി ഓഗസ്റ്റ് മന്തിൽ എടുത്ത ഒരു ലോട്ടറി ആണോ, സംഹൗ നിങ്ങൾക്ക് സെപ്റ്റംബർ മന്തിൽ ആ ലോട്ടറിയിൽ നിന്ന് നല്ലൊരു വരുമാനം ലഭിക്കും. വരുമാനം ഇൻ ദ സെൻസ് ലോട്ടറി അടിക്കുകയോ ലോട്ടറി ബിസിനസ് ചെയ്യുന്നവരാണെങ്കിൽ അവർക്ക് നല്ലൊരു വരുമാനം ലഭിക്കും. ഒക്ടോബർ, ഏസ് ഓഫ് പെന്റിക്കിൾസ്, പുതിയ തുടക്കം. ഡെഫിനറ്റ്ലി ലോട്ടറി അടിക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്കൊരു പുതിയ തുടക്കം തന്നെയാണ് ഉണ്ടാകാൻ പോകുന്നത്. ബാക്കിയുള്ളവർക്ക് പുതിയ ഒരു ഐഡിയ വന്നു ചേരും. ആ ഐഡിയ ഡിവൈൻ ഗ്രാൻറ്റഡ് ആണ്. ഒരു കാരണവശാലും ആ ഐഡിയ തെറ്റായിരിക്കും എന്ന് വിചാരിച്ചോ അല്ലെങ്കിൽ മറ്റാൾക്കാരുടെ അഭിപ്രായത്തിൽ അത് ചെയ്യാതിരിക്കുകയോ ചെയ്യരുത്. ബിക്കോസ് ഇത് ഡിവൈൻലി ഗ്രാൻറ്റഡ് ആണ്. ഇത് പുതിയ ഐഡിയ ആണ്. മണി റിലേറ്റഡ് ആകാം, ഫൈനാൻഷ്യൽ സ്റ്റെബിലിറ്റി കൊണ്ടുവരുന്ന റിലേറ്റഡ് ആകാം, റിലേഷൻഷിപ്പിൽ ഹീലിംഗ് നടത്താനുള്ള ഒരു പുതിയ ഐഡിയ ആകാം. ഓക്കെ, നൗ നവംബർ ഇസ് അഗെയിൻ സിമിലാരിറ്റി ആണ് ഏറെക്കുറെ കാർഡ്സിൽ. ഈ പുതിയ ഐഡിയ നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുമ്പോഴത്തേക്കിന് നിങ്ങൾക്ക് വരുന്നത് ഏറെ ഓപ്ഷൻസ് ആണ്. ഓപ്ഷൻസ് വൈസ്ലി ചൂസ് ചെയ്യുക ഗൈസ്. ഓക്കെ, ഏറെ ഓപ്ഷൻസ് വരും. അവിടുന്നും ഉണ്ടാവും, ഇവിടുന്നും ഉണ്ടാവും. പക്ഷെ നിങ്ങൾക്ക് ഏതാണ്, നിങ്ങൾ എന്തിലാണ് ട്രൂത്ത്ഫുള്ളായിട്ട് നിൽക്കുന്നത്, ആ ഒരു ഡിസിഷൻ വേണം നിങ്ങൾ എടുക്കാൻ. ഓൾ റൈറ്റ്. സോ നവംബർ മന്ത്. നൗ ഡിസംബർ ഇസ് ഹാപ്പി. സോ സി, മാസ്റ്റർ മെർലിൻ്റെ ഫസ്റ്റ് മെസ്സേജ് ഹാപ്പി അത് തന്നെയാണ് വരുന്നത്. സോ ബൈ ദി എൻഡ് ഓഫ് ഡിസംബർ, നിങ്ങൾ ഡിസംബർ ആകുമ്പോഴത്തേക്കിന് നല്ല സന്തോഷവും സംതൃപ്തിയും സന്തുഷ്ടമായുള്ളൊരു കുടുംബ ജീവിതം, ഒരു പാർട്ട്ണർഷിപ്പ് ജീവിതം, കുട്ടികൾ ബേസുള്ള ബിസിനസ് മീൻസ് ക്രച്ച് ആകാം, അല്ലെങ്കിൽ കുട്ടികളുടെ തുണിയാകാം, പ്ലേ ഗ്രൗണ്ട്സ് ആകാം, കുഞ്ഞുങ്ങൾക്കുള്ള സ്റ്റഫ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു കമ്പനി ആകാം. അവർക്ക് നല്ല നേട്ടമായിരിക്കും ഡിസംബർ മന്തിൽ ഉണ്ടാകാൻ പോകുന്നത്. ആൻഡ് സി, ഡിസംബർ ഇവിടെ 2 10 കാർഡ്സ് വന്നിട്ടുണ്ട്. യെസ്, 10 and 10. സി ഹിയർ 10 കാണുന്നവർ പ്രേക്ഷകർ ഉണ്ടാകും ഈ ഒരു ഗ്രൂപ്പിൽ. 10. ഓക്കെ, ബിക്കോസ് ഈ കാർഡും 10 ആണ്. അത് കഴിഞ്ഞ് ആണ് നിങ്ങൾക്കൊരു പുതിയ ബിഗിനിങ്. ഏസ് എന്ന് പറയുന്ന 1 ആണ്. സോ പുതിയൊരു ബിഗിനിങ്. ഓക്കെ, ആൻഡ് ഇവിടെയും ഫൈനൽ കാർഡ് 10 ആണ്. സോ നിങ്ങൾ 10 കൂടുതൽ കാണുന്നവരായിരിക്കും. ഓക്കെ, ഓർ നമ്പർ 10 മാത്രം കാണുന്നവരുമായിരിക്കും.
സോ ഓവറോൾ ബൈ ദ എൻഡ് ഓഫ് 2022 വളരെ സംതൃപ്തരായിട്ടുള്ള ഒരു കുടുംബജീവിതം, സംതൃപ്തരായിട്ടുള്ള ഒരു ജീവിതമായിരിക്കും നിങ്ങളുടേത്. ഓക്കെ, ആൻഡ് ക്ലിയർ മെസ്സേജ് എന്നുള്ള മാസ്റ്റർ മെർലിൻ്റെ ഒരു മെസ്സേജ് ഉണ്ടായിരുന്നു. സോ നിങ്ങൾക്ക് വരുന്ന ഈ ഒരു പുതിയ ഇൻഫർമേഷൻ, പുതിയ നോളജ്, പുതിയ ഓപ്പർച്യൂണിറ്റി, അതൊരു ക്ലിയർ മെസ്സേജ് ആണ്. നിങ്ങൾക്ക് ഇതാണ് ചെയ്യേണ്ടത് എന്ന് അത് ചെയ്യുക. ഓക്കെ ഗൈസ്, സോ ഇതായിരുന്നു നിങ്ങളുടെ ഇയർ 2022 ഫോർകാസ്റ്റ്. സോ ലെറ്റ്സ് സീ ഇനി എന്താണ് ബ്ലെസ്സിങ്സ്. ബ്ലെസ്സിങ്സ് ഫോർ ഗ്രൂപ്പ് 4. ബ്ലെസ്സിങ്സ് ഫോർ ഗ്രൂപ്പ് 4. Blessings for group 4. Blessings. Okay, so 2 blessings ആണ് വന്നിരിക്കുന്നത്. Pillar of light, you are the oracle. നിങ്ങളുടെ വൈബ്രേഷൻസ് വളരെ ഹൈ ആണ്, ഹൈ ആയിക്കൊണ്ടിരിക്കുകയാണ്. സോ നിങ്ങൾ പറയുന്നതൊക്കെ അത് അച്ചട്ടാവും എന്ന് പറയത്തില്ലേ, ദാറ്റ് മീൻസ് ഒരാൾ എന്തെങ്കിലും പെട്ടെന്ന് പറഞ്ഞാൽ അത് നടക്കുന്നത് കാണാം. സോ യു ആർ ദ ഒറാക്കിൾ. അപ്പോൾ തോട്ട്സ് ആൻഡ് വാക്കുകൾ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ഓക്കെ, നിങ്ങൾ പറയുന്നതൊക്കെ നടക്കും എന്നാണ് ഇവിടെ പറയുന്നത്. ഓൾറൈറ്റ്, പില്ലർ ഓഫ് ലൈറ്റ്. എന്ത് ബ്യൂട്ടിഫുൾ ആണ് ഈ കാർഡ്, നോക്കൂ. Alright guys, and next is the crumbling. What are you clinging on to? ഇതൊരു ടവർ കാർഡിൻ്റെ കൺസെപ്റ്റ് ആണ്. വാട്ട് ആർ യു ക്ലിങ്ങിങ് ഓൺ ടു? നിങ്ങൾ എന്താണ് പിടിച്ചു വെച്ചിരിക്കുന്നത്? മനസ്സിൽ എന്തെങ്കിലും വിഷമമാണോ, അല്ലെങ്കിൽ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞതാണോ, അല്ലെങ്കിൽ ലൈഫിൽ എന്തെങ്കിലും അച്ചീവ് ചെയ്യാൻ പറ്റാത്തതാണോ? അത് മാറ്റിക്കളയൂ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോഴേ നിങ്ങളുടെ വൈബ്രേഷൻസ് ഇത്രയും കൂടി ഹൈ വൈബ്രേഷൻസ് ആകുകയുള്ളൂ. Okay, now what are the challenges? Challenges എന്താണ് 2022 ഗ്രൂപ്പ് 4 വേണ്ടിയിട്ട്? Challenges. Solar plexus chakra, even solar plexus chakra. So guys, നിങ്ങളുടെ സെൽഫ് വർത്ത്, സെൽഫ് ഇമേജ്, സെൽഫ് കോൺഫിഡൻസ്, ഓക്കെ, ഹെൽത്ത് ഇഷ്യൂസ്, ഇതൊക്കെ സോലാർ പ്ലെക്സസിൽ നിന്നാണ്. സോ സോലാർ പ്ലെക്സസ് നിങ്ങൾ ഹീൽ ചെയ്യാൻ തുടങ്ങണം. ഓക്കെ, എനി അതർ ബ്ലോക്കേജസ്, എനി അതർ challenges for group 4? Any other challenges for group 4? ഓക്കെ, 2 കാർഡ് വന്നു. സോ നിങ്ങൾക്ക് വരുന്ന 2 കാർഡ് വേറെ. ഡിസെപ്ഷൻ ആൻഡ് എൻവി, ജലസി. ഓക്കെ, നല്ലതൊക്കെ സംഭവിക്കുമ്പോൾ ആൾക്കാർക്ക് ജലസി ഉണ്ടാകും ആൻഡ് തെറ്റിദ്ധരിപ്പിക്കുന്ന ഒരു പരിപാടി ഉണ്ടാകും. ദാറ്റ് മീൻസ് ആരെങ്കിലും വന്ന് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കും, മറ്റൊരാളെ പറ്റിയിട്ടോ അല്ലെങ്കിൽ മറ്റൊരു സിറ്റുവേഷനെ പറ്റിയിട്ടോ. അത് ശ്രദ്ധിക്കുക, അതൊരു ചാലഞ്ചാണ്, ശ്രദ്ധിക്കുക. ഓക്കെ, ആൻഡ് നെക്സ്റ്റ് കാർഡ് ഈസ് ഹാർട്ടേക്ക് ആൻഡ് ലോസ്. ഓക്കെ, സോ എന്താണ് നിങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നത്? ഓക്കെ, വിടാതെ ഇങ്ങനെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. സോ ഹാർട്ടേക്ക്, എന്തോ ഉണ്ടായത്, അത് നിങ്ങളുടെ ഹാർട്ടിനെ വല്ലാതെ വിഷമിപ്പിച്ചു. ഓക്കെ, ചിലപ്പോൾ നിങ്ങളുടെ സന്തോഷമായിരിക്കും മാറിപ്പോയത്, അല്ലെങ്കിൽ നിങ്ങൾ ആരെങ്കിലും ഒത്തിരി വിശ്വസിച്ചിരുന്നു, ആ വിശ്വാസമായിരിക്കും തകർന്നു പോയത്, അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് ഫ്രണ്ട്, ഓക്കെ, ആ ഫ്രണ്ടാണ് ലൈഫിൽ നിന്ന് മാറിപ്പോയത്. ഓക്കെ, അങ്ങനത്തെ എന്തോ ഒരു ലോസ് ആൻഡ് വളരെയധികം ഹൃദയത്തിൽ ഉണ്ടായ ഒരു വിഷമം. ഓക്കെ, ഇതിൽ നിന്ന് കരകയറുന്നതാണ് നിങ്ങളുടെ ചാലഞ്ച്. ഓക്കെ, സോ ഇത് വളരെ ബുദ്ധിമുട്ടാണ് 2022 നിങ്ങൾക്ക് ഇതൊക്കെ മറന്ന് മുമ്പോട്ട് കടക്കാൻ. പക്ഷെ പ്രയത്നിക്കുക. ഓക്കെ, സോ നമുക്ക് നോക്കാം എന്താണ് ചെയ്യേണ്ടത് ഈ ചാലഞ്ച് ഓവർകം ചെയ്യാനായിട്ട്. വാട്ട് ടു ഡു ടു ഓവർകം ദിസ് ചാലഞ്ച്? Okay,
സോ നമുക്ക് എടുക്കാം അല്ല അത് ഷഫിൾ വൺ മോർ ടൈം നമുക്ക് നോക്കാം. Overcome this challenge. Please give me one advice to overcome this challenge. Yeah, just a minute, guys. Expect powerful changes. സോ ഈ ഒരു ചാലഞ്ചിൽ നിന്ന് നിങ്ങൾക്ക് വെളിയിലിറങ്ങണമെങ്കിൽ ഇതിനകത്ത് പറഞ്ഞിരുന്നു മാസ്റ്റർ മെർലിൻ്റെ ഒരു അഡ്വൈസ് ഉണ്ടായിരുന്നു, മെൻഡ് ഇറ്റ് വിത്ത് റഫായൽ, റൈറ്റ്? ആർക്കേഞ്ചൽ റഫായലുമായിട്ട് വർക്ക് ചെയ്യാനാണ് പറഞ്ഞത് ഈ ഒരു ഹാർട്ട് ടേക്ക് നിന്ന് വെളിയിലിറങ്ങാൻ വേണ്ടിയിട്ട്. സോ നിങ്ങളത് ചെയ്യാൻ തുടങ്ങുക. ആൻഡ് അത് ചെയ്യുമ്പോഴത്തേക്കിനും വളരെ പവർഫുൾ ആയിട്ടുള്ള ചേഞ്ചസ് ആണ് നിങ്ങളുടെ ലൈഫിൽ, നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാകാൻ പോകുന്നത്. ഓക്കെ, സോ ദാറ്റ്സ് സോ പവർഫുൾ. ഓക്കെ, നൗ യൂണിവേഴ്സൽ മെസ്സേജസ് എന്താണ് ഗ്രൂപ്പ് 4 യൂണിവേഴ്സൽ മെസ്സേജസ്? Truly flourish is to release all the tension that holds me back from letting love pour through me. എന്ത് വിഷമമുണ്ടോ ആ വിഷമം നമ്മുടെ മനസ്സിൽ നിന്ന് മാറണമെങ്കിൽ നമ്മുടെ മനസ്സിൽ സ്നേഹം നിറയണം. ഓക്കെ, സോ ഇവിടെ പറയുന്നത് ഈ ടെൻഷൻ എടുത്തു മാറ്റൂ, എന്നിട്ട് സ്നേഹത്തെ ഹൃദയത്തിൽ നിറയ്ക്കൂ. അതെങ്ങനെ നടക്കും? ആർക്കേഞ്ചൽ റഫായലുമായിട്ട് വർക്ക് ചെയ്ത്. ഓക്കെ, ലൂസി ഒരു കാർഡും കൂടി ഉണ്ടോ നോക്കാം. Any further messages for group 4? Any further messages? Okay, no guys. സോ ഇത് തന്നെയാണ് പറയുന്നത്, ഹാർട്ട് ടേക്കിൽ നിന്ന് വെളിയിലിറങ്ങൂ എന്നാണ് പറയുന്നത്. ഓക്കെ, ഓൾറൈറ്റ്. സോ ഇതായിരുന്നു ഗൈസ് ഇയർ 2022 ഫോക്കാസ് ഗ്രൂപ്പ് 4 വേണ്ടിയിട്ട്. ഗ്രൂപ്പ് 4 ഞാൻ സ്വിച്ച് വേർഡ് വീഡിയോസ് ഇടുന്നുണ്ട്. സ്വിച്ച് വേർഡ് വീഡിയോസ് പേഴ്സണൽ റീഡിങ്സ് പേ ചെയ്ത് എടുക്കാൻ പറ്റാത്തവർക്ക് വളരെയധികം ഹെൽപ്ഫുള്ളാണ് സ്വിച്ച് വേർഡ് വീഡിയോസ്. കാരണം നിങ്ങളുടെ ലൈഫിലെ പ്രോബ്ലംസ് നിങ്ങൾക്ക് ആ സ്വിച്ച് വേർഡ്സ് ഉപയോഗിച്ച് ലൈഫ് നേരെയാക്കാവുന്നതാണ്. അതുകൊണ്ട് തന്നെ സ്വിച്ച് വേർഡ് വീഡിയോസ് കാണൂ, അത് മാക്സിമം ഷെയർ ചെയ്യൂ. അതുപോലെ തന്നെ ഈ ഒരു വീഡിയോ, ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് റെസനേറ്റ് ആയിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഉടനെ അടുത്ത വീഡിയോ വരുന്നുണ്ട്. ടിൽ ദെൻ ബൈ ബൈ.